കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും വന്ദനം. प्रभु यीशु मसीह के नाम में सभी को प्रेम भरा वंदन। വിശേഷ ഇന്ന് പുതിയതായി ഞങ്ങളുടെ നടുവിലായിരിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ വിശേഷാൽ വന്ദനം ചെയ്യും. खास करके आज हमारे साथ जो पहले बार जुड़ रहे हैं, आपको खास तौर से हम स्वागत करते हैं। മനോഹരമായ ഒരു മാസം നമ്മളെ വിട്ട് കടന്നു. बहुत एक आशीषित महीना हमसे गुजर गया। ഒരു സാധാരണ മനുഷ്യൻ നോക്കുന്ന പോലെ ജനുവരിയെ നോക്കിയാൽ ഒരു ഓർഡിനറി മहीनेയായിട്ട് തോന്നും. और अगर एक साधारण व्यक्ति जैसे जनवरी महीने को देखेगा तो एक साधारण महीना ही हमको वो भी लगेगा। എന്നാൽ കർത്താവിൻ്റെ കൂടെ നടക്കുന്ന ഒരു വ്യക്തി ജനുവരിയെ നോക്കിയാൽ ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നും. पर जो परमेश्वर के साथ चलने वाला व्यक्ति है, अगर उसने जनवरी को देखा तो वो समझेगा कि महीना बहुत ही सुंदर था। എത്ര പേർക്ക് 2024 ഒരു സ്പെഷ്യൽ ഇയർ ആണെന്ന് മനസ്സിലായി തുടങ്ങിയെന്ന് എനിക്കറിയത്തില്ല. मैं ये नहीं जानता कि आप में से कितने लोग ये महसूस करना शुरुआत किए हैं कि 2024 बहुत ही अनोखा साल है। ഇതുവരെ ഫേസ് ചെയ്തതിനേക്കാൾ ബ്യൂട്ടിഫുൾ ഇയർ. अभी तक हमने देखा नहीं, उससे भी एक सुंदर साल है ये। തിരിച്ച് ഞാൻ പറയാം, പിശാച് ഏറ്റവും കൂടുതൽ പ്രബലപ്പെട്ടുകൊണ്ടിരിക്കുന്ന വർഷമായത്. और दूसरा भाग भी कहता हूं कि शैतान सबसे ज्यादा सामर्थ्य बनने वाला भी साल है, कार्य करने वाला साल है। അപ്പം പിശാച് ഏറ്റവും കൂടുതൽ പവർഫുൾ ആകുമ്പോൾ ഓർത്തോണം, സഭ പവർഫുൾ ആയതുകൊണ്ടാണ്. तो जब हम ये जान रहे हैं कि शैतान सामर्थ्य और कार्य कर रहा है, उसका मतलब ये है कि कलीसिया सबसे सामर्थ्य बन चुकी है। ആമേൻ. നമ്മൾ ശക്തരാകുമ്പോൾ അസ്വസ്ഥനാകുന്ന പിശാച. और जब हम सामर्थ्य बनते हैं, शैतान और अस्वस्थ हो जाता है। ആമേൻ. ദൈവസഭകൾക്ക് ഒരു പ്രത്യേക ചൈതന്യത്തിന്റെ കാലമായത്. परमेश्वर के कलीसियाओं के लिए खास एक उत्तेजन देने वाला साल है ये। ആമേൻ. आमीन। ആമേൻ. അത് ഡോംബലി മാത്രമല്ല, വേൾഡ് വൈഡായിട്ട് ദൈവസഭ ഒരു വലിയ ചൈതന്യത്തിലേക്ക് മൂവ് ആയിക്കൊണ്ടിരിക്കുക. और वो सिर्फ डोंबिवली में सीमित नहीं, पर दुनिया भर की कलीसियाओं के अंदर परमेश्वर उस उत्तेजना में उनको लौटा कर ला रहा है। ഒരു വലിയ ചൈതന്യത്തിലോട്ട് സഭ മാറിക്കൊണ്ടിരിക്കുക. और बहुत ही एक उत्तेजना के और कलीसिया बढ़ रही है। അതിന്റെ കാരണം മണവാളനും മണവാട്ടിയും തമ്മിലുള്ള അകലം കുറഞ്ഞു. और उसका कारण यह है कि दुल्हे और दुल्हन के बीच की दूरी कम हो चुकी है। ആമേൻ. മണവാളൻ മണവാട്ടിയെ വളരെ വേഗത്തിൽ സ്വീകരിക്കാൻ സമയമായി. और दुल्हा दुल्हन को बहुत ही जल्द स्वीकार करने का समय आ चुका है। എൻ്റെ ആത്മീയ പിതാവ് പറഞ്ഞ ഒരു വാക്കുണ്ട്. मेरे आत्मिक पिता ने कही हुई एक शब्द है, കർത്താവിൻ്റെ വരവ് വളരെ വേഗത്തിൽ എന്ന് പറഞ്ഞാൽ വേഗത്തിലായിരിക്കുന്നു. और परमेश्वर की आगमन जो है बहुत ही जल्द है। ബൈബിളിൽ ആമേൻ ആമേൻ എന്ന് 2 പ്രാവശ്യം പറഞ്ഞാൽ അതിന് ഭയങ്കര ഉറപ്പാണ്. वचन के अंदर कोई भी शब्द में अगर 2 बार आमेन कहे तो उस शब्द को बहुत सामर्थ्य है। ഇംഗ്ലീഷ് വേൾഡി എന്ന് പറഞ്ഞാൽ പവർഫുള്ളാണ്. और जैसे अंग्रेजी में वेरीली सही में अगर कहा गया तो बहुत सामर्थ्य स्टेटमेंट है वो। അതുപോലാണ് പ്രൊഫറ്റ് ഇതിനെ സ്ട്രെസ് ചെയ്തത്. കർത്താവിൻ്റെ വരവ് വേഗത്തിലല്ല, വളരെ വളരെ വേഗത്തിൽ. उसी तरह मेरे नबी ने भी इस शब्द को बहुत ही सामर्थ्य दिया कि परमेश्वर जल्द नहीं पर बहुत ही जल्द आ रहा है। ആമേൻ. ഞാൻ സന്തോഷത്തോടെ പറയട്ടെ, और मैं खुशी से कहना चाहता हूं, കർത്താവ് തന്റെ മണവാട്ടിയെ ചേർക്കാൻ വരുന്ന കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന ഒരു ഭാഗ്യ. परमेश्वर अपने दुल्हन को अपने पास ले जाने वाले इस समय में जीना, ये हमारा सबसे बड़ा सौभाग्य है। നമ്മുടെ കാലഘട്ടത്തെ പോലെ ഇമ്പോർട്ടന്റ് ഒരു കാലഘട്ടം ഇല്ല. और जैसे हमारी
जमाने की जो है प्रमुखता है वैसे कोई जमाने में नहीं थी। ഇതിനു മുമ്പ് അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ട്. और इसके पहले ऐसा एक जमाना था അത് യേശു ജനിച്ച കാലഘട്ടമായിരുന്നു. और वो यीशु का जन्म हुआ समय था। ഇപ്പൊ അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാലഘട്ടം വരുന്നു. और अभी उससे भी प्रमुख एक समय आ रहा है। യേശു രാജാതി രാജാവായി വരുന്ന കാലഘട്ടം. यीशु राजाधि राजा बनकर आगमन करने वाला समय അതിലാണ് നമ്മൾ ജീവിക്കുന്നത്. और हम उस समय में जीवित हैं। അതുകൊണ്ടാണ് ഈ വർഷത്തെ തീം ഒത്തിരി പ്രാധാന്യമുള്ളതാണ്. और इसलिए इस साल के लिए जो हमको वचन मिला है, वायदा मिला है, वो बहुत प्रमुख है। ഈ വർഷത്തെ തീം കൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്നത് ഒരു പെർഫെക്റ്റ് കിങ്ങായി നമ്മൾ മാറണം. आमेन। और इस साल के इस वायदे के द्वारा प्रभु ये चाहता है कि हम सिद्ध राजा बन जाए। എന്ന് പറഞ്ഞാൽ കർത്താവ് വരുന്നതിന് മുമ്പ് നമ്മുടെ രാജകീയ പ്രൗഢി പുറത്തു വരണം. आमेन। परमेश्वर के आगमन के पहले हमारी जो राज करने की वो प्रमुखता है वो पूर्ण तरीके से प्रकट हो കാരണം जाए। നമ്മുടെ മണവാളൻ ഒരു അടിമയല്ല. क्योंकि हमारा दुल्हा एक गुलाम नहीं है। നമ്മുടെ മണവാളൻ രാജാതി രാജാവാണ്. हमारा दुल्हा राजाओं का राजा। രാജാതി രാജാവ് വന്ന് കല്യാണം കഴിക്കുന്ന അടിമയല്ല. राजाओं का राजा एक गुलाम से आकर शादी नहीं करने वाला, പകരം രാജ്ഞിയെ കല്യാണം കഴിക്കാൻ വരുന്നത്. वो रानी से शादी करने वाला है। അതുകൊണ്ടാണ് നമ്മൾ ഭരണം നടത്തണമെന്ന് आमेन। പറയുന്നത്. और इसलिए ये कहा गया है हम शासन करें। അതുകൊണ്ടാണ് ഈ വർഷത്തെ തീം ഗവർണൻസ് ഇത്ര ഇമ്പോർട്ടൻറ്റ്. और इसलिए ये साल का जो वायदा है शासन ये उतना प्रमुख है। ഞാൻ ചിന്തിക്കുന്നു ഈ വർഷത്തെ തീം വച്ചേക്കുന്നത് ഈ വർഷം തീരുന്നതിന് മുമ്പ് കർത്താവ് വരാനാന്ന് തോന്നുന്നു. और मुझे ये लगता है कि ये साल ये वायदा इसलिए रखा है शायद ये साल के पहले ही परमेश्वर आ जाएगा। आमेन। ആമേൻ. ഇടിവിൽ നിൽക്കാൻ നമ്മൾ വർഷങ്ങളായി ചെയ്യുന്ന കാര്യം. और जो है बिचवाई करना ये बहुत सालों से हम कर रहे हैं। ആമേൻ. പുരോഹിതരായിട്ട് നമ്മൾ ഒത്തിരി വർഷങ്ങളായി. बहुत सालों से हम पुरोहित का कार्य कर रहे हैं। ആമേൻ. പുരോഹിതൻ ചെയ്യുന്ന എല്ലാം ചെയ്യാൻ നമ്മൾ പഠിച്ചു. पुरोहित जो भी कार्य करता है वो सब करना हम सीख गए। പക്ഷെ ഒരു രാജാവ് എങ്ങനെ ആയിരിക്കണം നമ്മൾ പഠിച്ചില്ല. पर एक राजा कैसे होना है वो हमने सीखा। അതാണ് ഈ വർഷം നമ്മൾ പഠിക്കുന്നത്. और वो हम इस साल सीखने वाले हैं। ഒരു രാജാവ് എങ്ങനെ ചലിക്കണം, एक राजा कैसे कार्य ഒരു करना है, രാജാവിനെ പോലെ എങ്ങനെ ജീവിക്കണം, एक राजा बनकर कैसे ഒരു जीना രാജാവിനെ है, പോലെ എങ്ങനെ കീഴടക്കണം, एक राजा बनकर कैसे चीजों पर എല്ലാ कब्जा करें। മേഖലയിലും ഒരു രാജാവാകുക. हर स्तरों में एक राजा बनकर कार्य करें। അതിനാണ് ഈ തീം നമുക്ക് തന്നത്. इसलिए हमको ये वचन അതിന്റെ दिया है। അർത്ഥം उसका मतलब നമ്മളെ ചേർക്കാൻ രാജാവ് വരുന്നു. हमें ले जाने के लिए हमारा राजा आने वाला है। ആമേൻ. आमेन। ആമേൻ. आमेन। രാജാവ് അപ്പൊ എങ്ങോട്ടേ വരത്തുള്ളൂ? तो राजा सिर्फ कहां पर आता है? കൊട്ടാരത്തിലോട്ടേ വരൂ. वो महल में ही आता അപ്പൊ है। നിന്റെ വീട് കൊട്ടാരമാണ്. तो आपका घर महल बन जाए। आमेन। 10 അടിമ അതിനകത്ത് താമസിച്ചുകൊണ്ട് അത് കൊട്ടാരമാകും. 10 गुलाम वहां पर है बोलकर क्या वो महल बन जाएगा? പക്ഷെ അതിനകത്ത് ഒരു രാജാവ് താമസിച്ചാൽ അത് കൊട്ടാരമാകും. पर उसमें एक राजा रहे तो वो सही में महल बन जाएगा। वाह। 4 പേരുള്ളത് 4 അടിമയായാൽ അത് കൊട്ടാരമാകത്തില്ല. और उस घर में अगर 4 लोग हैं, 4 भी गुलाम रहे तो वो महल नहीं പക്ഷെ बन पाएगा। 4 ഒരാൾ രാജാവായാൽ पर उस 4 में से अगर एक तो भी राजा बन गया। हाँ। അതാ അഭിഷക്തൻ എന്ന് പറഞ്ഞ് और अभिषेक दास ने वही ആ कहा, ഒരു രാജാവ് അറിയാതെ അവിടെ ഒന്നും നടക്കത്തില്ല. वो एक राजा जाने बिना उस घर में कुछ नहीं होगा। ആമേൻ. आमेन। എനിക്ക് ഉറപ്പുണ്ട് मुझे यकीन है എന്റെ വീട്ടിൽ मेरे घर में ഞാൻ അറിയാതെ मेरे जाने ഒന്നും बिना നടക്കത്തില്ല. कुछ भी नहीं होगा। എന്റെ വീട്ടിൽ मेरे घर में ഞാൻ രാജാവാണെന്ന് എനിക്കറിയാം. मैं जानता हूं कि मैं राजा हूं। आमेन। आमेन। ആമേൻ. അപ്പൊ ഒന്നിലധികം രാജാവ് ഉണ്ടായല്ലോ. हाँ, तो अगर उसी जगह एक से ज्यादा राजा आ जाए तो വീട്ടിലുള്ളവർ എല്ലാവരും രാജാവായാലോ अगर घर के सब लोग राजा बन गए तो അത് വെറും കൊട്ടാരമല്ല, അത് മഹലായി മാറും. तो वो सिर्फ एक साधारण महल नहीं सबसे श्रेष्ठ महल बन जाएगा। ചക്രവർത്തിമാരുടെ ഇടമായി മാറും. जो है चक्रवर्ती लोग रहने वाले महल बन जाएंगे। ആമേൻ. आमेन। ആമേൻ. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? कितने लोग समझ पा रहे हैं? അപ്പൊ നമ്മൾ അതാ അവിടെയാണ് ചേഞ്ച് ആകുന്നത്. हम उस स्तर में हमारे अंदर परिवर्तन आ रहा है। ദൈവം ഈ ബൈബിളിൽ എങ്ങും അടിമയെ സൃഷ്ടിച്ചിട്ടില്ല.
इस बाइबल में हम देखें परमेश्वर ने कहीं भी एक गुलाम का सृष्टि नहीं किया। ഉണ്ടോ? नहीं, ദൈവം ആദ്യം സൃഷ്ടിച്ച ഒരു രാജാവിനെ परमेश्वर ने पहले ही एक राजा का सृष्टि किया। പിടികിട്ടുന്നുണ്ടോ? നിങ്ങൾ എൻ്റെ കൂടെ വരണം. आप मेरे साथ सफर करें। ആദ്യത്തെ മനുഷ്യനായ ആദാമിനെ ദൈവം സൃഷ്ടിച്ചത് അടിമയായിട്ടാണോ രാജാവായിട്ടാണോ? पहला मनुष्य आदम का परमेश्वर ने गुलाम मानकर या राजा मानकर उसकी सृष्टि की थी। രാജാവായിട്ടാ. എൻ്റെ राजा കാരണം मान- എന്താണെന്നറിയോ? उसका कारण क्या है? രാജാവിനെ സൃഷ്ടിക്കാൻ പറ്റും, അടിമയെ സൃഷ്ടിക്കാൻ പറ്റത്തില്ല. क्योंकि एक राजा सिर्फ एक राजा का ही सृष्टि कर सकता है, एक राजा कभी एक गुलाम की सृष्टि नहीं कर सकता। ഒരു അടിമയ്ക്ക് അടിമയെ ഉണ്ടാക്കാൻ പറ്റൂ. एक गुलाम ही दूसरे एक गुलाम की सृष्टि कर सकता है। അണ്ടർസ്റ്റാൻഡ്? ദൈവം ഇതുവരെ അടിമയായിട്ടില്ല. परमेश्वर कभी भी एक गुलाम नहीं बना है। ഉണ്ടോ? नहीं, കർത്താവ് ഇതുവരെ അടിമയായിട്ടില്ല. प्रभु कभी भी एक गुलाम नहीं बना। പക്ഷെ ദൈവം ഇന്നുവരെയും രാജകീയപദവിയും താഴെ ഇറങ്ങിയിട്ടുമില്ല. और परमेश्वर अपने उस राजस्थान से कभी उतरा भी नहीं है। ആമേൻ. या മനുഷ്യവേഷം എടുത്തപ്പോഴും രാജാവാ. जब भी उसने मनुष्य का रूप धारण किया तभी भी वो राजा है। ദരിദ്രനായി ജനിച്ചപ്പോഴും രാജാവാ. जब वो दरिद्र बनकर जन्म लिया तभी भी वो राजा है। ദാസ്യത്വം എടുത്തപ്പോഴും രാജാവാ. जब उसने दासवता स्वीकार की तभी भी वो राजा है। രാജാവ് ദാസ്യത്വം എടുത്തതാ. और राजा ने दासवता को स्वीकार किया। രാജാവാണ് അപ്പൊ തന്നെ ദാസ്യത്വം എടുത്തു. वो राजा है तभी ही दासवता को स्वीकार किया। അല്ലാതെ ദാസനായി മാറുവല്ല ചെയ്ത്. और वो दास बन नहीं गया। ദാസനായിരിക്കുമ്പോ തന്നെ രാജാവുക. जब वो दास था तभी भी वो राजा ही है। മനുഷ്യനായിരിക്കുമ്പോ തന്നെ രാജാവാ. जब भी वो मनुष्य है तभी भी वो राजा है। മനുഷ്യനായിരിക്കുമ്പോ തന്നെ ദൈവമാ. जब वो मनुष्य है तभी भी वो परमेश्वर है। ആമേൻ. आमेन। ദൈവം അടിമയായിട്ടില്ല. परमेश्वर कभी भी गुलाम नहीं बना അതുകൊണ്ട് അടിമയെ സൃഷ്ടിച്ചിട്ടില്ല. और इसलिए परमेश्वर ने कभी एक गुलाम की सृष्टि नहीं की। പിന്നെന്താ? ദൈവം രാജാതിരാജാവായതുകൊണ്ട് परमेश्वर राजाओं का राजा है। സൃഷ്ടിച്ചത് രാജാവിനെയാ. परमेश्वर ने राजा की सृष्टि की। आमेन। എന്നിട്ട് രാജാക്കന്മാരെ ജനിപ്പിക്കാനാ പറഞ്ഞു. और फिर कहा तुम्हारे अंदर से राजाओं को जन्म दो। പിടികിട്ടുന്നുണ്ടോ? എന്താ പറഞ്ഞു? परमेश्वर ने क्या कहा? എന്റെ ചോദ്യം मेरा सवाल ये है, ശ്രദ്ധിച്ച് നിങ്ങൾ എന്നോട്. ध्यान से सुनना। ദൈവം സന്താന പുഷ്ടിയുള്ളവരായി പെരുകാൻ പറഞ്ഞത് ഹ്യൂമൻ ബോഡിയോടാണോ പറഞ്ഞത് അതോ സ്പിരിച്വൽ മാനോടാണോ പറഞ്ഞത്? और जब परमेश्वर ने उनसे कहा कि तुम फूलो फलो और पृथ्वी में भर जाओ, क्या वो शारीरिक मनुष्य से कहा या आत्मिक मनुष्य से कहा? എപ്പോഴാ ഹ്യൂമൻ ബോഡി ഉണ്ടായത്? शरीर ये कभी രണ്ടാമതോ बनाया? ആദ്യമോ? क्या वो पहले बनाया गया या दूसरे बार? दूसरे बार। അതുണ്ടായിട്ടാണോ പറഞ്ഞത് പെരുകാൻ അതോ അതിനു മുമ്പാണോ പറഞ്ഞത്? शरीर आने के बाद कहा उनको फूलने फलने के लिए या उसके पहले कहा? നോ. രണ്ടാം അധ്യായത്തിലാ ശരീരം ഉണ്ടാകുന്നത്. उत्पत्ति के दूसरे अध्याय में मनुष्य की शरीर की सृष्टि की गई രണ്ടിന്റെ है। ഏഴിലാ. दूसरा अध्याय उसके 7वें आयत में, तब यहोवा परमेश्वर ने आदम को भूमि की मिट्टी से रचा। അല്ലേ? Wow. രണ്ടിന്റെ ഏഴിലല്ലേ? यस। പക്ഷെ പെരുകാൻ പറഞ്ഞ എവിടാ? पर उनको फूलने फलने के लिए पहले अध्याय के 28वें आयत में कहा है और परमेश्वर ने उनको आशीष दी। രാജാവിനോടാ പറഞ്ഞ പെരുകാൻ. वाव। तो परमेश्वर ने राजा से कहा कि तुम पृथ्वी में भर जाओ। രാജാവ് രാജാവിന്റെ രൂപത്തെ ഉണ്ടാക്കിയത്. राजा ने अपने ही रूप को उसने सृष्टि की। രാജാതി രാജാവ് തന്റെ ഒരു രൂപത്തെ ഉണ്ടാക്കി. അതാണ് ആദാം. राजाओं के राजा ने अपने एक रूप का सृष्टि की, उसका नाम है ആ आदम। രാജകീയ രൂപത്തോടാ പറഞ്ഞ പെരുകാൻ. और उस राजकीय रूप से कहा कि तुम पृथ्वी में भर जाओ। ആമേൻ.
നിന്റെ ജഡത്തിനൊത്ത ഒരു സന്തതിയല്ല നീ ജനിപ്പിക്കേണ്ടത്. तेरे शरीर के जो तुलना में एक संतान को तुझे जन्म नहीं देना. ഞാൻ കേറി അങ്ങ് പറയാം. मैं और उसके गहराई में जा रहा हूं. ശ്രദ്ധിച്ചു കേൾക്കുക. ध्यान से सुनना. നമ്മളെല്ലാം ആഗ്രഹിച്ച അതാ. हमारी सबकी इच्छा वही थी. എന്നെ പോലിരിക്കുന്ന ഒരു കുഞ്ഞുണ്ടാണ്. मेरे जैसा रहने वाला एक बच्चा मुझे जन्म അതിന് പറഞ്ഞ എന്താ? उसके लिए हम क्या कहते हैं? എന്റെ കവള്, मेरे जैसा गाल है, എന്റെ കാത്, मेरे जैसे कान എന്റെ है, മൂക്ക്, मेरे जैसे नाक है. അങ്ങനെ ഒരു കുഞ്ഞല്ല ഉണ്ടാണ്ട്. वैसे एक संतान की जन्म नहीं होनी है. യഥാർത്ഥ വ്യക്തിത്വം ഈ കവളും മൂക്കും ഒന്നുമല്ല. और सही व्यक्तित्व ये कान या नाक के आधार पर എന്റെ नहीं. അകത്തൊരുവനുണ്ട്. उसके अंदर एक व्यक्ति है. അവനെ പോലെ ഒരു തലമുറയുണ്ടാണ്ട്. उस व्यक्तित्व के जैसे एक बच्चे का जन्म हो जाए. ആമേൻ, ആമേൻ. आमेन. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. क्या आप समझ पाए? ആമേൻ. അങ്ങനെ ജനിച്ചവന്റെ പേരാ ഇസ്ഹാക്ക്. और वैसा जन्म लिया हुआ संतान का नाम है इसहाक. അല്ലാതെ ജനിച്ചവന്റെ പേരാ ഇസ്മായേല്. और वैसा नहीं जन्म लिया हुआ व्यक्ति जो है बच्चे का नाम है इश्माइल. പിടികിട്ടിയോ? या ഇല്ല. ശ്രദ്ധിക്കുക. ध्यान से सुने. അബ്രഹാമിന്റെ അകത്തിരിക്കുന്ന വാഗ്ദത്തത്തിൽ നീ ജനിക്കേണ്ടത് ആരാ? इब्राहिम के अंदर जो वायदा है उसके अनुसार किसका जन्म होना चाहिए? इसहाक का. इसहाक का. ഇസ്ഹാക്ക്. इसहाक का എന്റെ होना चाहिए. ചോദ്യം, मेरा सवाल ये है, അബ്രഹാമിന്റെ അകത്തിരിക്കുന്ന വാഗ്ദത്തം അനുസരിച്ചുള്ള വ്യക്തിത്വമായി അബ്രഹാം മാറിയോ? इब्राहिम के अंदर जो वायदा है उसके अनुसार का व्यक्तित्व क्या उसके अंदर उत्पन्न हुआ? ഇല്ല. नहीं हुआ. 99 വയസ്സ് വരെയും ആയിട്ടില്ല. 99 उम्र तक भी उसके अंदर वो व्यक्तित्व उत्पन्न नहीं हुआ. അതുകൊണ്ട് 99 വയസ്സ് വരെയും പുള്ളിയുടെ പേര് അബ്രഹാം എന്നാ. इसलिए 99 उम्र तक उसका नाम अब्राम है. മനസ്സിലാകുന്നുണ്ടോ? या അപ്പൊ 75 വയസ്സ് കഴിഞ്ഞപ്പോ ഒരു കുഞ്ഞ് ജനിച്ചു. तो 75 के एज में एक बच्चे का जन्म ആർക്കാ हुआ. ജനിച്ചത്? उसका जन्म कहा, किसको वो जन्म हुआ? अब्राम. അബ്രഹാമിനോ അബ്രാമിനോ? क्या वो अब्राम को हुआ या इब्राहिम को हुआ? അബ്രാം ജഡത്തിലെ മനുഷ്യനോ ആത്മാവിലെ മനുഷ്യനോ? अब्राम जो है वो शारीरिक मनुष्य है या आत्मिक मनुष्य है? शारीरिक मनुष्य. തേരഹിന്റെ മകനാണ് അബ്രാം. अब्राम तेरह का बेटा है. ജഡത്തിലെ സന്തതിയാ. वो उसके शरीर से जन्म लिया हुआ. ആത്മസന്തതിയായി മാറിയിട്ടില്ല. वो अभी तक वो आत्मिक संतान नहीं बना. ആത്മീയ സന്തതിയാകുമ്പോ അവന്റെ പേര് അബ്രഹാം എന്നാ. जब वो आत्मिक संतान बनेगा तब उसका नाम इब्राहिम അപ്പൊ होगा. ജഡത്തിൽ അവൻ ജനിച്ചിരിക്കുമ്പോ तो जब उसने शरीर तौर में जन्म लिया है, അവനെ നോക്കിട്ട് പറയുന്നു, उसे देखकर कहा गया നിനക്കൊരു മകൻ ജനിക്കും, तेरा एक संतान जन्म होगा. അവൻ ആകാശത്തിലെ നക്ഷത്രത്തെ പോലെ ആവും. वो आकाश की ताराओं के समान അപ്പൊ होगा. നിന്റെ അകത്തിരിക്കുന്നത് ആ നക്ഷത്ര തുല്യമായ സന്തതിയാ. तो तेरे अंदर जो है वो तारों के समान की संतान है. അപ്പൊ നിന്റെ അകത്തിരിക്കുന്ന ഒരു വ്യക്തിത്വത്തിനകത്തായി ഇസ്ഹാക്കുള്ളത്. तो तेरे अंदर जो व्यक्तित्व है उसके अंदर इसहाक है അത് എന്റെ രൂപമാ. और उसका रूप मेरा है. ആ രൂപം പുറത്തു വരാതെ वो रूप जब तक ആ बाहर नहीं ഇസ്ഹാക്ക് പുറത്തു വരത്തില്ല. आएगा, वो इसहाक उसमें से बाहर नहीं आएगा. ആമേൻ, ആമേൻ. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. मैं विश्वास करता हूं कि आप समझ पा रहे हो. ആമേൻ. आमेन. എന്റെ ചോദ്യം, मेरा सवाल, ഇറങ്ങി വന്ന നിനക്ക് ഇസ്ഹാക്കിനെ കിട്ടുമെന്നാന്ന് പറഞ്ഞു. तू अगर उतर कर आएगा मेरे लिए तो तुझे इसहाक मिल जाएगा. क्या प्रभु ने ऐसे कहा? नो, അങ്ങനെ പറഞ്ഞില്ല. ऐसा नहीं कहा. എന്താ പറഞ്ഞ ഇറങ്ങി വന്നപ്പോ? परमेश्वर ने जब इब्राहिम को पुकारा तब परमेश्वर ने उसे क्या कहा? ഒന്ന്, पहली നിന്റെ बात, സ്വജനത്തെ വിടണം. तू तेरे खुद के लोगों को त्याग दे. രണ്ട്, പിതൃഭവനത്തെ വിടണം. तू तेरे पिता के घराने को छोड़ दे. മൂന്ന്, നിന്റെ ചാർച്ചക്കാരെ വിടണം. और तीसरे, तू अपने रिश्तेदारों को छोड़ दे. ഇത്രയും വിട്ടാൽ ये तीन चीजों को अगर तू छोड़ दे എന്തൊക്കെ ചെയ്യുന്ന പറഞ്ഞു. तो परमेश्वर क्या क्या करेंगे उसके लिए कहा, और मैं तुझसे एक बड़ी जाति बनाऊंगा. ഞാൻ നിന്നെ എന്താക്കും? एक बड़ी जाति. ഞാൻ നിന്നെ ഒരു ജാതിയാക്കും. मैं तुझे एक बड़ी जाति പക്ഷേ- बनाऊंगा. അത് ജാതി എന്ന് അവിടെ പറയുന്നെങ്കിലും
ഇംഗ്ലീഷിൽ പറയുന്നത് നേഷൻ ആക്കുമെന്ന്. हिंदी में जाति कहा गया है, पर अंग्रेजी में एक श्रेष्ठ राज्य ജാതി बनाऊंगा, തെറ്റാണ്, നേഷനാണ് ശരി. एक राष्ट्र बनाऊंगा, അതാണ് കറക്റ്റ്. वो सही शब्द है। ജാതിയാക്കുമെന്നല്ല കറക്റ്റ്. एक बड़ी जाति बनाऊंगा वो गलत शब्द है, एक राष्ट्र बनाऊंगा वो രാഷ്ട്രം सही है। ഉണ്ടാക്കുന്ന, നിന്നെ ഒരു ദേശമാക്കുമെന്ന്. वाओ, मैं तुझे एक श्रेष्ठ राष्ट्र बनाऊंगा, ആമേൻ. आमेन। നിന്നെ ഒരു രാജ്യമാക്കും ഞാൻ. मैं तुझे एक राज्य बनाऊंगा। അടുത്തത് अगला वायदा, और तुझे आशीष दूंगा, ആ और ഞാൻ നിന്നെ അനുഗ്രഹിക്കും. मैं तुझे आशीष दूंगा, हाँ। और तेरा नाम महान करूंगा, और तू आशीष का मूल होगा। ആമാ. ഇത്ര ശ്രദ്ധിച്ചേ. इतना ध्यान देंगे हम। ഇത്രയും നടക്കണമെങ്കിൽ 3 കണ്ടീഷൻ അവനോട് പറഞ്ഞു. अगर ये वायदों का पूर्तिकरण होना है तो पहले कहे गए 3 शर्तों को मानना നീ पड़ेगा। പിതൃഭവനത്തിൽ നിന്ന് പുറത്തു വരണം. पहले तू अपने पिता के घराने से बाहर आ, ചാർച്ചക്കാരുടെ ഇടയിൽ നിന്ന് പുറത്തു വരണം. अपने कुटुंबियों को छोड़कर आ, ദേശത്തിൽ നിന്ന് പുറത്തു വരണം. और अपने देश में से बाहर आ। ആമേൻ. അപ്പം ദൈവം പറഞ്ഞ ടെറിറ്ററിക്കകത്തുനിന്ന് ഇവൻ പുറത്തു വന്നാൽ, तो परमेश्वर ने कहे उन क्षेत्रों से अगर ये बाहर आएगा, ഇവൻ പുറത്തു വന്നാൽ अगर अब्राम बाहर आएगा, ഇവൻ അവന്റെ നാട്ടുകാരനല്ലാതായി. तो फिर वो फिर अपने देश का नहीं रहा। यस, പിതൃത്വം പോയി. फिर उसके पितृत्व का वो औहदा उससे निकल जाएगा। എല്ലാത്തിനകത്തുനിന്ന് ഇവൻ പുറത്തു वന്നു. सभी में से वो बाहर आ गया। ഇപ്പം മറ്റൊരു രാജ്യത്തിന്റെ അവകാശിയായി ഇവൻ. अभी वो एक दूसरे राज्य का वारिस बन गया है, विरासत पाए हुआ व्यक्ति बन गया। അതുകൊണ്ടാണ് ഈ ഇറങ്ങിയവന്റെ പേര് മാറിയത്. इसलिए जो उतरा उसका नाम बदल गया। ഇറങ്ങിയവൻ जो उतरा, ഇറങ്ങിയപ്പോൾ ഒരു ദേശം അവനുണ്ട്. जब वो उतरा तभी उसका एक देश था, പക്ഷെ അവനോട് പറഞ്ഞു, पर उससे कहा गया നീ ഒരു ദേശത്തെത്താൻ പോവാ. तू एक देश में पहुंचने वाला है। അപ്പം ഇറങ്ങിയ ദേശത്തു നിന്ന് ദൈവം പറഞ്ഞ ദേശത്തെത്തുമ്പോൾ നിന്റെ ഐഡന്റിറ്റി മാറും. तो तू जिस देश से उतरा और जिस देश में परमेश्वर तुझे पहुंचाएगा, उसके बीच तेरा व्यक्तित्व बदलेगा। ഞാൻ പറഞ്ഞ പിടികിട്ടിയോ? क्या आप समझ पाए? ഇറങ്ങിയിടത്തു നിന്ന് ദൈവം പറഞ്ഞിടത്തെത്തുമ്പോൾ നിന്റെ വ്യക്തിത്വം മാറും. तू जहां से उतरा वहां से जब परमेश्वर ने कहा उस स्थान में पहुंचेगा, तेरा व्यक्तित्व बदल जाएगा। ആമേൻ. आमेन। നിങ്ങൾക്ക് പിടികിട്ടുന്നുണ്ടോ? क्या आप समझ पा रहे हो? ഇപ്പൊ ശ്രദ്ധിച്ചേ. ध्यान से सुने। ഇവൻ തേരഹിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി. अब्राम तेरह के घर से निकला, പക്ഷെ ആരൊക്കെ ഉണ്ട് കൂടെ? और उसके साथ कौन कौन है? പറ. ലോത്തുണ്ട്. उसके साथ लोत है। ലോത്തിന്റെ സംവിധാനങ്ങളുണ്ട്. लोत की सारी संविधान उसके साथ है। അപ്പൊ പിതൃഭവനം കൂടുണ്ട്, पिता का घराना उसके साथ है, ചാർച്ചക്കാർ കൂടുണ്ട്. उसके कुटुंबिया उसके साथ है। ഇപ്പൊ പേരെന്തുവാ? तो अभी उसका नाम क्या है? അബ്ര. अब्राम। നിന്റെ കൂടെ ആരൊക്കെ ഉണ്ട്? तेरे साथ कौन कौन है? നിന്റെ കുടുംബത്തിൽ വേണ്ട സാധനങ്ങളെല്ലാം ഉണ്ട്. तेरे परिवार के जो भी है वो सब तेरे साथ है। നിന്റെ പേരെന്താ? तेरा नाम क्या है? അബ്ര. अब्राम। പക്ഷെ എന്റെ വാഗ്ദത്തം ഉണ്ട്, पर इसके ऊपर वायदा है, നക്ഷത്രത്തെ പോലെ ഞാൻ നിനക്ക് തലമുറയെ തരും. तारों के समान मैं तुझे संतान दूंगा। ആ തലമുറ वो संतान, ജനിക്കേണ്ടത് उसका തേരഹിന്റെ മകനല്ല. उसका जन्म तेरह के बेटे के अंदर से नहीं होना है। പിടികിട്ടുന്നുണ്ടോ? ആ തലമുറ ജനിക്കേണ്ടത് തേരഹിന്റെ മകനല്ല. और उस संतान का जन्म तेरह के बेटे को नहीं होना है। ആ മകൻ ജനിക്കേണ്ടത് ദൈവത്തിൻ്റെ വാഗ്ദത്ത അല്ല, ദൈവത്തിൻ്റെ ആലോചനയിൽ കയറിയ ദൈവത്തിൻ്റെ മകനാണ്. और उस संतान का जन्म उस व्यक्ति को होना है जो परमेश्वर के निर्देशों के अंदर आकर वो उसे स्वीकार कर चुका है। ആമേൻ. आमीन। ഇനിയും പറഞ്ഞ് ശ്രദ്ധിച്ചു കേൾക്കണം. ध्यान से सुनना। ബൈബിൾ അനുസരിച്ച് നമുക്ക് എത്ര ജന്മമുണ്ട്? वचन के अनुसार हमारा कितना जन्म है? പറ. कितना जन्म है हमारा? ഉണ്ടോ? क्या दो उंडल्लो। जन्म है? सही है, 2 ജന്മം. दो जन्म है हमारा। ഒന്ന്. पहला എങ്ങനെ? ആദമ്യ സന്തതിയായ ജന്മം. पहला हमारा आदम की संतति संतान बनकर एक जन्म। ബയോളജിക്കൽ ബർത്ത്.
जैसे शारीरिक तौर का जन्म, രണ്ടാമത് दूसरा एक जन्म है ക്രിസ്തുവിലുള്ള ജനനം. वो मसीह में जन्म लेना. ആമേൻ. आमेन. അത് ആത്മീയ ജനനം. वो आत्मिक जन्म है. ഇത് തന്നെ അബ്രാഹാമിൽ സംഭവിക്കണ്ടേ. अब्राहम में यही होना है. പിടികിട്ടിയോ? പിടികിട്ടിയോ? ഇപ്പൊ क्या आप समझ पाए? നടപ്പാരുടെ കൂടാ, वो किसके साथ चल रहा है? ദൈവത്തിന്റെ കൂടാ. परमेश्वर के साथ പക്ഷെ चल रहा है. ജനനം നടന്നില്ല. पर उसका वो जन्म അതിന്റെ नहीं കാരണം हुआ. എന്താ? कारण क्या है? ലോത്ത് കൂടെ നിൽക്കുന്നു, उसके साथ लोत है, ചാർച്ചക്കാർ നിൽക്കുന്നു, कुटुंबिया उसके साथ है, കുടുംബത്തിന്റെ സംവിധാനങ്ങൾ അവിടെ നിൽക്കുന്നു. परिवार का संविधान उसके साथ है. അതുകൊണ്ടാണ് അവനും മിസ്രൈമിലേക്ക് പോയെ. इसलिए अब्राम जो है मिस्र में गया. നമുക്ക് പറ്റിയ കുഴപ്പം എവിടെയാ? हमारे अंदर क्या तकलीफ हुई है? हमारी यही गलती हुई है. ഞാൻ പറഞ്ഞ പിടികിട്ടിയോ? क्या आप समझ पाए? ഇപ്പൊ എന്ത് പറ്റി? അബ്രാം ഇറങ്ങി, अब्राम निकला, വാഗ്ദത്തം കേട്ടു, वायदा सुना, ദൈവത്തിനൂടെ നടപ്പ് തുടങ്ങി. परमेश्वर के साथ चलना പക്ഷെ शुरुआत ദൈവം किया. പറഞ്ഞ കണ്ടീഷനുകളിൽ അവൻ റെഡിയല്ല. पर परमेश्वर ने कहे गए निर्देश या शर्तों पर उसने स्वीकारता नहीं की. നമുക്കെങ്ങനാ? हमारे साथ क्या है? നമ്മള് ദൈവം പറഞ്ഞു കേട്ടു, हमने भी परमेश्वर ने जो कहा वो हमने നമ്മൾ सुना, സ്നാനപ്പെട്ടു, हमने बपतिस्मा ली, ദൈവത്തിനൂടെ നടപ്പ് തുടങ്ങി. हम परमेश्वर के साथ चलना शुरुआत किए. പക്ഷെ നമ്മുടെ പരിപാടി എന്താ? पर हमारा कार्य क्या है? ദൈവത്തിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കാൻ നമ്മൾ റെഡിയല്ല. परमेश्वर के निर्देशों का पालन करने के लिए हम तैयार नहीं. ആമേൻ. आमेन. ഞാൻ അതിലേക്കാണ് വരാൻ പോകുന്നത്. उस संदेश के और मैं आपको ഇന്ന് ഞാൻ बता അവിടെ रहा हूं. തൊടത്തില്ല. आज उस भाग को नहीं छूऊंगा. നമ്മൾ ആത്മീയ കോളത്തിൽ വന്ന് നമ്മുടെ പ്രത്യേകത എന്താണ്? आत्मिक संतान जो है दुनिया में आकर हमारा कार्य क्या है? നമ്മളോട് പറഞ്ഞ് രക്ഷിക്കപ്പെടണം. हमसे कहा कि उद्धार पाना है. പക്ഷെ നമ്മൾ നമ്മുടെ സൗകര്യത്തിന് രക്ഷിക്കപ്പെട്ടു. पर हम हमारे आश्वासन या कंफर्ट के हिसाब से हमने उद्धार पाया. നമ്മുടെ സൗകര്യത്തിന്, हमारे आराम के अनुसार हमने उद्धार पाया. അതിന് നമ്മൾ രക്ഷിക്കപ്പെട്ടെന്നങ്ങ് പേരിട്ടു. और उस अवस्था को हमने उद्धार पा लिया, ऐसे नाम भी दे दिया. എന്നിട്ട് നമ്മൾ അങ്ങ് സ്നാനപ്പെട്ടു. और फिर हमने बपतिस्मा भी ले लिया. ആമേൻ. അത് കഴിഞ്ഞിട്ട് എവിടോ ആത്മസാന്നിധ്യം നിറഞ്ഞപ്പം രണ്ട് അന്യഭാഷ കിട്ടി. और फिर कहीं जब आत्मा का बहाव हुआ, हमने 2 अन्य भाषा को भी प्राप्त कर അന്ന് लिया. കിട്ടിയതാ. उस दिन मिला था. അതിനുശേഷം ഇതുവരെ നിറഞ്ഞിട്ടില്ല. उसके बाद तो कभी भरना हमारे जिंदगी में नहीं അന്ന് हुआ. കിട്ടിയ രണ്ട് അന്യഭാഷ പറയുന്നു. उस दिन मिली 2 अन्य भाषा को दोहराते हैं. ഈ മൂന്നും ആയി കഴിഞ്ഞപ്പോൾ നമുക്കെല്ലാം ആയെന്നും പറഞ്ഞ് നമ്മളിരിക്കുക. जब ये तीनों हो गया, हमको लग रहा है हम सिद्ध बन गए. പിന്നെ കർത്താവ് സൗഖ്യം തരണം, तो परमेश्वर हमको फिर चंगाई दे, കർത്താവ് നമ്മുടെ ബന്ധനം അഴിക്കണം, परमेश्वर फिर हमारे बंधुआई को കർത്താവ് तोड़े. ഒന്നെല്ലാം ചെയ്യണം. सब परमेश्वर आकर हमारे लिए करे. നമ്മൾ ഒരു ഇൻസ്ട്രക്ഷനും ഫോളോ ചെയ്യാൻ തയ്യാറല്ല. हम कोई भी निर्देशों का पालन करने के लिए तैयार नहीं. എനിക്കറിയാം സ്തോത്രം വരത്തില്ലെന്ന്. मैं जानता हूं इस समय में कोई स्तुति नहीं करेंगे. ആമേൻ. आमीन. ഞാനൊരു ചോദ്യം ചോദിക്കാം. एक सवाल मैं आपसे करना चाहता हूं. എല്ലാ ഇൻസ്ട്രക്ഷനും ഫോളോ ചെയ്ത ആളല്ലേ സാക്ഷാൽ ലൂസിഫർ? लूसीफर वो ऐसा व्यक्ति था जिसने सारे निर्देशों का पालन किया. ആണോ? हाँ या नहीं? എല്ലാം ഫോളോ ചെയ്ത ആളാ. उसने सारे निर्देशों का पालन किया. പുള്ളിയുടെ അകത്ത് കയറിയ ചിന്തയല്ലേ പുള്ളിയെ വെട്ടിക്കളയാൻ കാരണം? पर उसके अंदर एक सोच जो आया, उसके कारण उसे वहां से काट कर निकाल दिया. ആണോ? यस. ആണോ? या അതോ പുള്ളി അവിടെ ഇരുന്നുകൊണ്ട് സമരം ചെയ്തോ ദൈവത്തിനെതിരെ? या फिर क्या वो वहां पर बैठ कर के आंदोलन करने लगा? ഇല്ല. नहीं. പുള്ളിക്കെതിരെ ദൈവത്തിനെതിരെ പുള്ളി കൂട്ടം കൂടിയോ? क्या वो परमेश्वर के खिलाफ अपने एक झुंड को बनाने लगा? ഇല്ല. नहीं. പുള്ളിയുടെ അകത്ത് കയറിയ ഒരു ചിന്തയാ. पर लूसीफर के अंदर आया हुआ एक सोच था, उसका कारण. അതുകൊണ്ടാ ദൈവം വെട്ടിക്കളഞ്ഞു. उस सोच के कारण परमेश्वर അതിന്റെ ने उसे കാരണം काट दिया. എന്താണെന്നറിയോ? उसका कारण क्या है? സ്വർഗം അത്രയ്ക്ക് പെർഫെക്റ്റാ. स्वर्ग उतना ज्यादा सिद्ध है. आमीन.
അത്രയും പെർഫെക്റ്റ് ഒരിടത്തോട്ടാണ് നമ്മൾ പോകേണ്ടത്. और उतना सिद्ध जगह पर हमें जाना है. അപ്പോൾ നമ്മളോട് ഇൻസ്ട്രക്ഷൻ പറയാതിരിക്കാൻ പറ്റുമോ ദൈവത്തിന്? तो क्या परमेश्वर कभी भी हमसे निर्देशों को दिए बिना रह सकता है? സ്വർഗവും ഭൂമിയും തമ്മിൽ ആന ആടിന്റെ വ്യത്യാസമുണ്ട്. स्वर्ग और दुनिया धरती के बीच बहुत ज्यादा फर्क है और अंतर है. നമ്മൾ താമസിക്കുന്ന ഭൂമിയിലാ, हम धरती पर रह रहे हैं. ഇവിടെ താമസിക്കുന്ന നമ്മൾ എത്രയോ മടങ്ങ് പെർഫെക്റ്റ് ആയ സ്വർഗത്തിലോട്ടാണ് നമ്മൾ പോകുന്നത്. हम जो इस धरती में रह रहे हैं इससे भी कितना गुना ज्यादा सिद्ध स्वर्ग के ओर हम जाने वाले हैं. അപ്പോ അതിന്റെ ട്രെയിനിങ് നടക്കണ്ട എവിടാ? और उसकी परिशीलता कहां पर होनी है? ഭൂമിയിലാ നടക്കണ്ടേ. वो इस धरती पर होना. അതിനാണ് ഒരു സഭ എന്ന് പറയുന്ന സംവിധാനം നമുക്ക് തന്ന്. और इसलिए हमारे लिए कलीसिया नामक एक संविधान दी गई है. കഴിഞ്ഞ ദിവസം ഈ അപ്പോസ്തല പ്രവൃത്തിയുടെ ചില ഭാഗം ഇങ്ങനെ ചിന്തിച്ചപ്പോഴേ എനിക്ക് എന്നെ ഏറ്റവും കൂടുതൽ ബലപ്പെടുത്തിയ ഒരു കാര്യം, पिछले दिनों जब मैं प्रेरितों के कार्य से मनन कर रहा था, मेरे अंदर एक सोच आया, मुझे बहुत सामर्थ्य दिया उस बात ने. വിശ്വസിച്ചവരെ ദൈവം സ്വർഗത്തിൽ കൊണ്ടുപോയി എന്നല്ല അപ്പോസ്തല പ്രവൃത്തി പറയുന്നത്. प्रेरितों के कार्य में ऐसा नहीं कहा गया है कि जिन्होंने भी विश्वास किया उन्हें परमेश्वर ने स्वर्ग ले गए. വിശ്വസിക്കുകയും മാനസാന്തരപ്പെട്ട് വിശ്വസിച്ച് കൽപ്പന അനുസരിച്ചവനെ അവനെ എങ്ങോട്ട് ചേർത്തുന്നു? जिनका मन फिर गया, जो उद्धार पाए उनको परमेश्वर, और जिन्होंने बपतिस्मा लिया उनको परमेश्वर ने किसके साथ जोड़ा? ऐसा वचन कहता है സഭയോട് ചേർത്തു. कलीसिया के साथ जोड़ा. പിന്നെ സ്വർഗത്തിൽ കൊണ്ടുപോയതാരെ? സഭയെ ആ സ്വർഗത്തിൽ കൊണ്ടുപോയി. और स्वर्ग में किसको ले जाएंगे? कलीसिया को ले जाएंगे. വിശ്വസിച്ചു സ്നാനമിട്ടിട്ട് എവിടെയെങ്കിലും നിന്നാ നീ സ്വർഗത്തിൽ പോകത്തില്ല. आप विश्वास किए, बपतिस्मा लिए और फिर कहीं और रहेंगे तो आपको स्वर्ग नहीं ले जाएंगे. വിശ്വസിച്ച് സ്നാനമേറ്റ് നീ സഭയിലാണെങ്കിലേ കർത്താവ് നിന്നെ കൊണ്ടുപോകും. विश्वास कर कर बपतिस्मा लेकर अगर आप कलीसिया में हो तो ही स्वर्ग में ले जाएंगे. വിശ്വസിച്ചിട്ട് സ്നാനമിട്ടിട്ട് സഭയിലാണെങ്കിലും കൊണ്ടുപോകത്തില്ല. हाँ, विश्वास किया, बपतिस्मा लिया, कलीसिया में है, वो भी बोलकर स्वर्ग में नहीं ले जाएंगे. സഭയിൽ വിശുദ്ധനാണെങ്കിലേ നിന്നെ കൊണ്ടുപോകുള്ളൂ. कलीसिया में अगर आप पवित्र हो तो ही आपको स्वर्ग में ले കാരണം जाएंगे. വിശുദ്ധന്മാരെ ചേർക്കാനാ കർത്താവ് വരുന്നത്. क्योंकि परमेश्वर पवित्र लोगों को जोड़ने के लिए आ रहा है. ആമേൻ. आमेन. ശ്രദ്ധിക്കുക, ध्यान से सुनो. കർത്താവ് ആദ്യം വന്നത് പാപികളെ തിരക്കി. प्रभु पहले जब आया वो पापियों को खोज कर आया. ഇനി രണ്ടാമത് വരുന്നത് വിശുദ്ധന്മാരെ തിരക്കി. अभी जब वो दूसरे बार आ रहा है वो पवित्र लोगों के लिए आ रहा है. ആമേൻ. आमेन. ആമേൻ. കർത്താവിന്റെ ഒന്നാമത്തെ വരവിന് നമുക്കൊരു യോഗ്യതയും വേണ്ടായിരുന്നു. परमेश्वर के पहले आगमन में हमारे अंदर कोई भी योग्यता की जरूरत नहीं थी. പാപിയായാ മതി. हम पापी बने वही കർത്താവ് റെഡിയാ. प्रभु तैयार था പക്ഷെ छुड़ाने के लिए. രണ്ടാമത്തെ വരവിൽ पर उसके दूसरे आगमन നമ്മൾ में യോഗ്യരായേ പറ്റൂ. हमें योग्य बनना ही നമ്മൾ होगा. വിശുദ്ധരായേ പറ്റൂ. हमें पवित्र बनना ही होगा. ഇല്ലെങ്കിൽ കർത്താവ് മൈൻഡ് ചെയ്യത്തില്ല. नहीं तो परमेश्वर हम पर ध्यान കർത്താവ് भी नहीं എനിക്ക് देगा. നിന്നെ അറിയത്തില്ലെന്ന് പറയും. प्रभु कहेगा कि मैं तुझे जानता ही नहीं. ഒന്നാമത്തെ വരവിൽ പറഞ്ഞു पहले आगमन में कहा എനിക്ക് നിന്നെ അറിയാം. ओ, मैं तुझे जानता हूँ. നീ പാപിയായിട്ടും പറഞ്ഞു എനിക്ക് നിന്നെ അറിയാം. तू पापी था तो भी कहा कि मैं तुझे പക്ഷെ जानता हूँ. രണ്ടാമത്തെ വരവിൽ पर उसके दूसरे आगमन നിന്നെ में നോക്കി പറയാനിടയാകരുത് वो आपको देखकर ऐसे എനിക്ക് നിന്നെ कहेगा അറിയത്തില്ല. कि मैं तुझे जानता नहीं. അതിനാണ് നിനക്ക് ഇൻസ്ട്രക്ഷൻ തരുന്നത്. और इस कारण आपको निर्देशों को दिया जाता है. അബ്രാമേ നിനക്ക് ഇൻസ്ട്രക്ഷൻ തന്നത് इब्राहिम तुझे जो मैंने निर्देश दिए എൻ്റെ രാജ്യത്തിൽ നീ എത്തണം. उसका कारण यह है कि मेरे राज्य में तू पहुंच जाए അവിടെ നീ ഒരു രാജ്യമാകും. और वहां पर तू एक राज्य बनेगा. എനിക്കൊരു രാജ്യം ഉണ്ടെങ്കിൽ अगर मेरा एक राज्य അത് है, നിന്റെ പേരിലായിരിക്കണം. हाँ, वो तेरे नाम में रहे. ആ, എനിക്കൊരു ജനമുണ്ടെങ്കിൽ अगर मेरा एक झुंड है അത് നിന്റെ ജനമായിരിക്കണം. वो तेरे झुंड रहे. അതിന്റെ അർത്ഥം उसका मतलब
നിന്റെ അപ്പനായിട്ടിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. तेरा पिता बनकर बैठने के लिए मेरी इच्छा है। ആത്മശക്തി വരുന്നല്ലോ. एक आत्मा की सामर्थ्य यहाँ बह रही है। ആമേൻ. आल रोस मैंने തേരഹിന് അപ്പുറത്ത് നിന്റെ അപ്പനായി മാറാൻ ഞാൻ ആഗ്രഹിക്കുന്നു. तेरह के भी पार तेरा पिता बनकर रहने की मेरी इच्छा है। ആമേൻ. ആമേൻ. തേരഹ് നിന്നെ മരിക്കാൻ പറഞ്ഞു വിട്ടെങ്കിൽ तेरह अगर तुझे मृत्यु की ओर भेजा था, ഞാൻ നിന്നെ ജീവിക്കാൻ പറഞ്ഞു വിടുക. मैं तुझे जीने के लिए भेज रहा हूं। നിലയ്ക്കാത്ത സന്തതികളുടെ അപ്പനാക്കി ഞാൻ നിന്നെ മാറ്റാൻ പോവാ. और मैं तुझे वैसा पिता बनाऊंगा जिसके संतानें कभी समाप्त नहीं होते। ആമേൻ. ആമേൻ. നിന്റെ മരണം കൊണ്ട് തീരാത്ത ഒരു ഡെസ്റ്റിനി ഞാൻ നിനക്ക് തുറക്കാൻ പോവാ. मैं तेरे लिए ऐसा एक लक्ष्य खोलूंगा जो तेरे मृत्यु से भी समाप्त नहीं होगा। ആമേൻ. ആമേൻ. സകല രാഷ്ട്രങ്ങളും നിന്നെ ഭയക്കത്തക്ക നിലയിൽ, और सारे राष्ट्र तुझसे भयभीत हो जाए। സകല രാജ്യമണ്ഡലങ്ങളും നിനക്ക് കീഴടങ്ങത്തക്ക നിലയിൽ, सारे राज्य के स्तरे तेरे अधीन आ जाए। നിന്നെ ഒരു രാഷ്ട്രമാക്കി മാറ്റാൻ मैं तुझे एक राष्ट्र बनाना എനിക്ക് चाहूं। ആഗ്രഹമുണ്ട്. मेरी इच्छा है प्रभु कहता എന്റെ മോനാകാൻ है, मेरा बेटा बनने के നിനക്ക് लिए। മനസ്സുണ്ടെങ്കിൽ क्या अगर तेरे अंदर वो मन നീ है, വിട്ടിറങ്ങി വാ. तू ये सब छोड़कर बाहर आ। നീ വേർപെട്ടിറങ്ങി വാ. तू अलग होकर बाहर आ। അട്ടകത്തന പ്രൗഢ ബാബ. അട്ടകത്തന പ്രൗഢ ബാബ. നിന്നെ എന്റേതാക്കാനുള്ള ഏറ്റവും വലിയ കരുത്തെന്ന് പറയുന്നത് വേർപാടാ. हाँ, तुझे मेरा बनाने का सबसे बड़ा रणनीति है तुझे अलग करना। വേർപാടില്ലാത്തവൻ എന്റെ മോനായി നിൽക്കാൻ കഴിയത്തില്ല. जो अलग नहीं रह सकता वो मेरा संतान नहीं बन सकता। എന്താ നമുക്ക് പറ്റിയേ? हमारी गलती क्या है? നമ്മൾ എല്ലാവുമായിട്ട് അങ്ങ് മിങ്കിളാകുക. हम सभी चीजों के साथ मिलजुल गए हैं। നമ്മൾ ചർച്ച വരുമ്പോൾ ചർച്ചിന്റെ സ്റ്റൈല്, हम जब कलीसिया में आएंगे उसके रीति के अनुसार സൊസൈറ്റി रहते हैं। സൊസൈറ്റിയുടെ സ്റ്റൈല്, समूह में जब जाते हैं उनके ഓഫീസിൽ रीति में रहते ഓഫീസിന്റെ हैं। സ്റ്റൈല്, ऑफिस में उनके रीति के हिसाब से रहते हैं। ഓഫീസിലുള്ളവർക്ക് നിന്നെ നോക്കിയിട്ട് നീ ഒരു ദൈവത്തിലാന്ന് പറയാൻ കഴിയുമോ? क्या ऑफिस के लोग आपको देखकर कह सकते हैं कि ये एक परमेश्वर का संतान है? നിന്റെ കൊടുക്കവാങ്ങൽ കണ്ടിട്ട് നീ ഒരു ദൈവത്തിലാന്ന് പറയുമോ? आपका लेन देन देखकर क्या ये कह सकते हैं कि आप एक परमेश्वर के संतान हो? നിന്റെ സംസാരം കണ്ടിട്ട് നീ ഒരു ദൈവത്തിലാന്ന് പറയുമോ? आपका बातचीत सुनकर क्या आप परमेश्वर के संतान ऐसे कहा जा നമ്മുടെ सकता है? കുടുംബക്കാരോടുള്ള നമ്മുടെ ഇടപാടിൽ നമ്മൾ ഒരു ദൈവത്തിലാന്ന് പറയുമോ? हमारे परिवार लोगों के बीच हमारा जो रिश्ता है उसे देखकर क्या आपको परमेश्वर का संतान है ऐसा कह सकते ആമേൻ. हैं? അതിന്റെ കാരണം എന്താണെന്നറിയോ? उसका कारण क्या है? നമ്മൾ ഓരോരുത്തരോടും അവരുടെ സ്റ്റൈലാണ് ഇടപെടുന്നത്. हम सभी लोगों से उनके तरीके के हिसाब से उनसे बातचीत करते हैं। ആമേൻ. आमीन। അവർക്കനുസരിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ആവും. उनका जो रीति है उसके समान हम समझौता करते हैं। ആമേ കറക്റ്റ്. क्या मैं सही कह रहा हूं? നമ്മൾ അഡ്മിറ്റ് ചെയ്യണം ദൈവത്തിന്. हम ये परमेश्वर के सामने कबूल करें। ഇന്ന് അത് ബ്രേക്ക് ചെയ്യാൻ പോവാം. आज सुबह हम उससे तोड़ने वाले हैं। എനിക്ക് ഞാനായാ മതി. और मुझे सिर्फ मैं जो हूं എനിക്ക് वही बने ദൈവത്തിന്റെ रहना। മോനായാ മതി. मुझे प्रभु का संतान എനിക്ക് बनकर അവരിൽ जीना। ഒരാളാകണ്ട. मुझे उनमें से एक नहीं बनना है। എനിക്ക് പൗലോസിലൊരുവൻ, मुझे पौलोस में से जो एक है, പത്രോസിലൊരുവൻ, पत्रोस के समान, അബ്രഹാമിലൊരുവൻ, इब्राहिम के समान, ദാവീദിലൊരുവൻ, दाऊद के समान, അപ്പോസ്തലന്മാരിലൊരുവൻ. प्रेरितों में से जो एक है। ആക്ഷൻ അങ്ങനെ ആകണമെന്ന് हमारे सारे कार्य उस समान बन जाए। നമുക്ക് രാജാവാണ്ടായോ? क्या हमें राजा बनना है या അതോ नहीं? അടിമയായിട്ട് കിടന്നാ മതിയോ? क्या गुलाम बनकर ही जीना है जिंदगी भर? അബ്രഹാമെ എല്ലാരും കയറി നിരങ്ങാനുള്ള ഒരു പാത്രമാണോ നീ? इब्राहिम, क्या तू वो बर्तन है जो कोई भी ऐरा गहरा आकर तुझ पर आ चल जाएगा? നിന്റെ ഭാര്യയെ കണ്ടവൻ കൂടെ കിടക്കണമെന്ന് പറയുക और जो भी देख जाए वो अब तेरे पत्नी के साथ सोना चाहे। അല്ലേ? ഭാര്യ സുന്ദരി, അതുകൊണ്ട് എനിക്ക് തരാൻ. लोग कह रहे हैं तेरी पत्नी सुंदर है तो मुझे दे दे।
അവന് ഭാര്യയാന്ന് പറയാൻ പറ്റുന്നില്ല. वो ये कह नहीं पा रहा कि वो उसकी पत्नी ഇങ്ങനെ है। ഒരു ജീവിതമാണെന്ന് എൻ്റെ ദൈവം പറഞ്ഞ് क्या मेरे परमेश्वर ने तेरे लिए ऐसी एक जिंदगी, നിന്നെ ഒരു രാഷ്ട്രമാക്കുമെന്നല്ലേ പറഞ്ഞ്. तुझे एक राष्ट्र बनाएगा, ऐसे परमेश्वर ने പിന്നെ कहा था। എന്തുകൊണ്ട് ഈ അവസ്ഥ വന്നു? तो ऐसी तेरी अवस्था क्यों है? നീ എന്താ നിർദ്ദേശം കേൾക്കാത്ത? तू उसके निर्देशों का पालन क्यों नहीं करता? നീ എന്താ പലതുമായിട്ട് അഡ്ജസ്റ്റ് ആകുന്ന? तू क्यों बहुत चीजों के साथ समझौता कर लेता है? മനസ്സിലാകുന്നുണ്ടോ? ഇതാ നമുക്ക് പറ്റിയ അവസ്ഥ. हमारी जिंदगी की നമ്മൾ गलती यही പലതിനോട് है। അഡ്ജസ്റ്റ് ആകുക. हम बहुत सारे चीजों के साथ समझौता कर लेते हैं। ഈ അഡ്ജസ്റ്റ് ആയപ്പോൾ പറ്റിയ കുഴപ്പം എന്താണെന്നറിയോ? जब हमने चीजों के साथ समझौता कर लिया तो क्या गलती हुई? നാട് വിട്ടു, അത് സത്യം. देश को छोड़ दिया, वो सही बात है, പക്ഷേ പിതൃഭവനം വിട്ടില്ല. पर कुटुंबियों जो है वो उसके साथ है। അതാരാ? वो कौन है? ലോത്തും लोत ലോത്തിന്റെ സംവിധാനം. और उसकी पूरी संविधान उसके साथ है। इस प्रकार अब्राम अपनी पत्नी सारई और अपने भतीजे लूत को और जो धन उन्होंने इकट्ठा किया था और जो प्राणी उन्होंने हारान में प्राप्त किए थे, सबको लेकर कनान देश में जाने को निकल കർത്താവ് चले। ഇതാന്ന് പറഞ്ഞു. पर हिंदी में प्राणी लिखा है, सही में लोग है, ചാർച്ചക്കാരാ ഉള്ളത്. उसके साथ रिश्तेदार है, ചർച്ചക്കാരും ഉണ്ട്, रिश्तेदार है, പിതൃഭവനത്തിൽ നിന്ന് ലോത്തും ഉണ്ട്. पिता के घर से लोत भी है, രണ്ടു കൂട്ടരെയും കൊണ്ട് ഈ പറഞ്ഞു. और इन दोनों को लेकर वो अपने साथ निकला। ഇത് കൂടാതെ ഒരാളെ കൂടെ കിട്ടി. इसके बिना और एक व्यक्ति भी उसे मिल गया। എവിടുന്ന്? कहां से? മിസ്രൈമിൽ നിന്ന്. मिस्र से। ആര്? कौन है? മിസ്രൈമിലെ ദാസി ഹാഗാറിന്. मिस्र की दासी हागर, അവളെയും കൂടെ കിട്ടി. वो भी मिल गई। ഇങ്ങോട്ട് ഇറങ്ങി ലോത്തിനെ പറഞ്ഞു വിട്ടു, वो निकला, लोत को वहां से भेज दिया, ചർച്ചക്കാരൻ വിട്ടു. सारे रिश्तेदारों को भी भेज दिया, പക്ഷെ ഇവളുണ്ട്. पर ये मिस्र की दासी है अभी भी। പിന്നെ എങ്ങനെയാടാ നിന്റെ മോൻ ജനിക്കുന്നത്? फिर इब्राहिम तेरा संतान का जन्म कैसे होगा? ഞാൻ വാഗ്ദത്തം പറയും, मैं वायदा तुझको दूंगा, ജനിക്കണോ? अगर उसका जन्म होना, വേർപാട് പൂർണ്ണമാണ്. तेरी अलगपन की जिंदगी में पूर्णता आनी चाहिए। വാഗ്ദത്തത്തിൽ നീ രാജാവാകണോ? वायदे में अगर तुझे राजा बनना है, രാഷ്ട്രത്തിന്റെ തലവനാണോ? राष्ट्र का अगर तुझे प्रमुख बनना है, വേർപാട് പൂർണ്ണമാകണം. तो तेरे अलगपन पूरी होनी चाहिए। മനസ്സിലാകുന്നുണ്ടോ? क्या हम समझ पा रहे हैं? നിന്റെ അകത്ത് നക്ഷത്രത്തെ പോലെ ശോഭിക്കുന്ന രാജാക്കന്മാരിരിക്കുക. तेरे अंदर तारों के समान चमकने वाले राजाएं निवास कर रहे हैं। ശ്രദ്ധിച്ചു കേൾക്കണം. ध्यान से सुनना। ഇസ്രായേലിൽ ഇരിക്കുക, इस्राएल उसके अंदर है, യോസഫ് ഇരിക്കുക, यूसुफ उसके अंदर है, ദാവീദ് ഇരിക്കുക, दाऊद उसके अंदर है, ആമേൻ, ശലോമോൻ ഇരിക്കുക, सुलेमान उसके अंदर है, യേശു ഇരിക്കുക. यीशु उसके अंदर है। എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട് ഇത്? कितने लोग समझ पा रहे हैं? ഇത് പുറത്തു വരണമെങ്കിൽ अगर ये प्रकट होना है, വേർപാടില്ലാത്തവൻ ഇത് പുറത്തു വരത്തില്ല. जिसके जिंदगी में अलगपन की अनुभव नहीं, उसके अंदर से ये ഞാൻ प्रकट नहीं होगा। പറഞ്ഞ കൽപ്പനയ്ക്കകത്ത് കയറി मैंने जो कल्पना आज्ञा दी उसके अंदर तू प्रवेश ഞാൻ कर। നിർദ്ദേശിച്ച നിർദ്ദേശത്തിൽ കയറ. मैंने जो निर्देशों को दिया उसके अंदर तू प्रवेश कर। അതുകൊണ്ട് എന്ത് പറ്റി? तो वहां पर क्या അതിൽ हुआ? കയറാഞ്ഞത് കൊണ്ട് ജഡത്തിന്റെ ബലത്തിൽ നിന്ന് ഒരു സന്തതി പുറത്തു വന്നു. अब्राहम उस निर्देशों में प्रवेश नहीं कर पाया, इसलिए शरीर के बल में से एक संतान का जन्म हुआ, അവന്റെ പേര് ഇസ്മായിൽ. और उस संतान का नाम है इश्माइल। അവൻ തുടക്കം മുതലേ പറയുന്ന തലവേദനയാണ്. शुरुआत से ही उसे एक सिर दर्द कहा गया है। അവൻ ഇന്നും അടിമയാ, അന്നും അടിമയാ. आज भी वो गुलाम है, तभी भी वो गुलाम था। മനസ്സിലാകുന്നുണ്ടോ? क्या हम समझ पा रहे हैं? എന്നാൽ ഇസാക്കിന്റെ സതി ഇന്നും രാജാവാ, അന്നും രാജാവാ.
पर इसहाक का जो संतान जो पीढ़ी है वो तभी भी राजा थे, आज भी राजा है। ഇന്നും ഒറ്റ രാഷ്ട്രത്തിന് ഒതുക്കാൻ അവരെ പറ്റുന്നില്ല. और आज भी कोई भी राज्य उनको सीमित नहीं कर पा रहे. ദൈവം പറഞ്ഞ നക്ഷത്രം ഞാൻ തരാം, परमेश्वर ने कहा कि तारों के समान मैं दूंगा, പക്ഷെ നിന്റെ അകത്തുനിന്ന് എൻ്റെ മോൻ പുറത്തു വരണം. पर तेरे अंदर से मेरा बेटा उत्पन्न होकर आना है. ആമേൻ. आमेन. മനസ്സിലാകുന്നുണ്ടോ? आमेन. നിന്റെ അബ്രാമിനകത്തുനിന്ന്, तेरे अब्राम के अंदर से, അബ്രാമിനകത്തുനിന്ന് अब्राम के अंदर से എൻ്റെ മോൻ അബ്രഹാം പുറത്തു വരണം. मेरा बेटा इब्राहिम बाहर आए. കാരണം उसका कारण ഞാൻ ആദമിൽ കൊടുത്തത് मैंने जो आदम में दिया था അബ്രാമിനെയല്ല, वो अब्राम नहीं था, അബ്രഹാമിനെയാ. पर इब्राहिम को दिया था. ആദം ജനിപ്പിച്ചത് और आदम ने जो जन्म दिया അബ്രാമിനെയാ. उसने अब्राम को जन्म दिया. പിടികിട്ടിയോ? क्या हम समझ पाए? ഇല്ല. ഞാൻ ആദമിൽ കൊടുത്തത്, मैंने परमेश्वर ने जो आदम में दिया था, ആരെയാ കൊടുത്തത്? किसको दिया था? അബ്രഹാമിനെയാ. इब्राहिम को दिया था. ആമേൻ. आमेन. ആമേൻ. आमेन. ശ്രദ്ധിച്ചു കേൾക്കുക. ध्यान से सुनना. ഞാൻ ഒരു അടിമയെ ആർക്കും കൊടുത്തിട്ടില്ല. मैंने एक गुलाम किसी के भी अंदर नहीं ഞാൻ दिया ഒരു है. പാപിയെ ആർക്കും കൊടുത്തിട്ടില്ല. मैंने एक पापी को किसी के अंदर नहीं दिया. ഞാൻ ഒരു തകർന്നവനെ ആർക്കും കൊടുത്തിട്ടില്ല. एक नाशित व्यक्ति किसी के ഞാൻ अंदर എൻ്റെ नहीं दिया. സ്വരൂപത്തെയാ കൊടുത്തത്. मैंने मेरे स्वरूप को दिया है. എൻ്റെ സന്തതികളെയാ ഞാൻ കൊടുത്തത്. मेरे संतानों को मैंने दिया है. ഞാനത് കൊടുത്ത ഒരു രാജാവിന്റെ അകത്താ. मैंने वो एक राजा के अंदर दिया അവന്റെ था. പേര് ആദാം. उसका नाम है आदम. അവന്റെ അകത്ത് ഞാൻ കൊടുത്തത് उसके अंदर जो ഒരു मैंने दिया, രാജാവിനെയാ. एक राजा को അവന്റെ दिया പേര് था. അബ്രഹാം. उसका नाम इब्राहिम പക്ഷെ है. അവൻ ജനിപ്പിച്ചത് पर उसने जो ഒരു जन्म दिया അടിമയാ. एक गुलाम को जन्म അവന്റെ दिया. പേര് അബ്രഹാം. उसका नाम अब्राम है. ഇപ്പൊ പിടികിട്ടിയോ? क्या हम समझ पाए? ഇല്ല. नहीं समझे? എന്റെ കാരണം എന്താണെന്നറിയോ? इसका हमको ये समझ नहीं आ रहा है. इसका कारण क्या? നമ്മുടെ ദൈവം ആരാന്ന് അറിയത്തോണ്ട. हम ये नहीं जान पाए कि हमारा परमेश्वर कौन है. നമ്മുടെ ദൈവം ആരാന്ന് അറിയത്തില്ല. हमारा परमेश्वर कौन है ये हम नहीं जानते. പാപിയെ സൃഷ്ടിച്ചിട്ടുണ്ടോ ദൈവം? परमेश्वर ने क्या एक पापी की सृष्टि की है? അടിമയാവുന്ന ആരാ? तो गुलाम कौन बन रहा है? പാപിയാക്കിയതാരാ? उसे पापी किसने बनाया? പറ. उसे पापी किसने പാപിയെ बनाया? ഉണ്ടാക്കിയതാരാ? पापी को किसने उत्पन्न किया? കേക്കട്ടെ. പാപിയെ ഉണ്ടാക്കിയതാരാ? पापी का उत्पन्न किसने किया? किसने किया? പറ. आप बताएं. പാപിയെ ഉണ്ടാക്കിയത് ആദമാ. पापी का उत्पन्न आदम ने किया, പിശാചല്ല. शैतान ने नहीं किया. ഒരു ക്രിയയും പിശാച് ചെയ്തില്ല. कोई भी कार्य शैतान ने नहीं किया. ഒരു കർമ്മവും പിശാച് ചെയ്തില്ല. कोई भी कर्म शैतान ने नहीं किया. ഒരു സിംഗിൾ കാര്യം പറ പിശാച് ചെയ്ത്. ऐसा कोई एक तो भी बात बताओ जो शैतान ने किया. ഒന്നും ചെയ്തില്ല. उसने कुछ नहीं किया. ഒരു ഇൻഫർമേഷൻ കൊടുത്തേ ഉള്ളൂ. सिर्फ एक जानकारी दे दी. ഇന്നും പിശാച് അങ്ങനെ തന്നെയാണ്. आज भी शैतान वही करता है. അവൻ ഒരു തെറ്റും ചെയ്യുന്നില്ല. वो कुछ गलती नहीं कर रहा. മുഴുവൻ തെറ്റും ചെയ്യുന്ന നമ്മളാ. सारी गलती हम ही कर रहे हैं. അവന് ഇൻഫർമേഷൻ തരത്തേ ഉള്ളൂ. शैतान सिर्फ जानकारियों को देता है. എന്നിട്ട് നമ്മുടെ എബിലിറ്റി അവൻ കടമെടുക്കുക. हमारे काबिलियत को वो उधार लेता है.
നമ്മുടെ അകത്ത് ദേഷ്യം ഉണ്ടെന്നറിയാം, हमारे अंदर यीशु है, वो जानता അതിനെ है, അവൻ കടമെടുക്കും. वो उसे उधार में लेता है. നമ്മുടെ അകത്ത് ദേഷ്യം, हमारे अंदर गुस्सा है, वो उसे उधार में लेता है, അതിനെ അവൻ എടുക്കും. वो उसे उपयोग करता है എന്നിട്ട് അത് ഉപയോഗിക്കും അവൻ. और वो उस गुस्से को उपयोग करता ആ है. ഉപയോഗിക്കുന്ന അവനല്ല, जो उपयोग कर रहा है वो शैतान नहीं कर रहा, ഇൻഫർമേഷനെ തരൂ. वो सिर्फ जानकारी देता है. നമ്മുടെ അകത്തെ കോപം കൊണ്ടാണ് നമ്മൾ കാര്യം ചെയ്യുന്നത്. पर हमारे अंदर जो गुस्सा है, जो क्रोध है, उसके कारण हम वो कार्य നമ്മൾ करते हैं. മറ്റുള്ളവനെ ചീത്ത പറയും, हम सामने वाले को गाली देते हैं, നമ്മളെ ഊഹിച്ചിട്ട് കുറ്റം പറയും. हम कुछ ऐसे ही कल्पना करके गलतियां निकालते हैं. അങ്ങനെ ആയിരിക്കും, वैसा हो सकता അവൻ है, അങ്ങനെ, वो वैसा അവൻ है, അത് വരണം. उसे वो सब होना चाहिए. ഇതൊന്നും നമ്മളാ ചെയ്യുന്നത്, ये सब हमने किया, പിശാചല്ല ഇത് ചെയ്യുന്നത്. शैतान नहीं करवाता. വെറുതെ പിശാചിനെ കുറ്റം പറയല്ലേ, ऐसे ही शैतान पर गलती नहीं लगा. ഇതെല്ലാം നമ്മളാ ചെയ്യുന്നത്. ये सारी गलती हम करते हैं. നമുക്ക് ചെയ്യാൻ വേണ്ടി हमको करने के लिए ഒരു ഇൻഫർമേഷനെ അവൻ തരത്തുള്ളൂ. वो सिर्फ एक जानकारी हमारे अंदर बोता है. പാര വെക്കാൻ ഇൻഫർമേഷനെ തരൂ. जो है सामने वाले के खिलाफ दिक्कत खड़ी करना, उसकी जानकारी वो हमें देता है. ഡിവിഷൻ ഉണ്ടാക്കാൻ, വഴക്കുണ്ടാക്കാൻ ഒന്നും പറയത്തില്ല. जो है एक विभाजन करने के लिए वहां एक झगड़ा അവൻ नहीं തരുന്ന लगवाता. ഇൻഫർമേഷൻ എന്താണെന്നറിയോ? वो क्या जानकारी देता है? രണ്ടുപേരോട് നീ സ്പെഷ്യലായിട്ടാണ് പറയാ. दो लोगों से तू खास तौर से उनसे बर्ताव कर. അപ്പൊ ഡിവിഷൻ ആയില്ലേ? तो उनके बीच तो विभाजन आ गया. നമ്മുടെ വിചാരം രണ്ടുപേരോട് മിണ്ടായിരിക്കുന്ന ഡിവിഷൻ എന്ന്. हमको लगता है दो लोगों से बात नहीं करना അത് वो മാത്രമല്ല विभाजन का ഡിവിഷൻ, चिन्ह है. അത് മാത്രമല്ല ഡിവിഷൻ. सिर्फ वो नहीं है विभाजन. രണ്ടുപേര് സ്പെഷ്യലും ബാക്കിയുള്ളവര് നോർമലും ആയിരിക്കുന്ന ഡിവിഷനാ. दो लोग आपके लिए बहुत खास और दो लोग से बिल्कुल भाव नहीं देंगे, वो एक विभाजन का അതും तरीका है. ഡിവിഷനാ. वो भी विभाजन है. കണ്ടോ, എല്ലാവരും സ്വോത്രം പോയി. सबकी स्तुति बंद हो നമുക്ക് गई. എല്ലാവർക്കും അങ്ങനെ ഉണ്ട്. हमारे अंदर सब में ये प्रॉब्लम है. അവിടെ സ്പെഷ്യൽ കൊടുക്ക വാങ്ങൽ, और सिर्फ उन लोगों से हम खास लेन देन करते हैं. ബാക്കിയുള്ളവരും മേടിക്കാൻ യോഗ്യരല്ലേ? क्या उनसे अलग और भी जो लोग हैं, क्या वो लेने के लिए योग्य नहीं? ജോമോനെ പോലെയല്ലേ എനിക്ക് ടൈറ്റസു? जैसे मेरे लिए जोमोन है, वैसे ही मेरे लिए टाइटस भी है. ആന്നോ? यस. ആന്നോ? हाँ या नहीं? ദൈവം ആരെയെങ്കിലും സ്പെഷ്യലി സ്നേഹിച്ചെന്ന് ബൈബിളിൽ പറയുന്നുണ്ടോ? क्या वचन में हम कहीं पर भी ये देखते हैं कि परमेश्वर ने किसी को खास तौर से उनको प्यार किया? ദൈവം എല്ലാവരും ഒരുപോലെ സ്നേഹിക്കുന്നു. परमेश्वर सभी से एक ही तरीके से प्यार करता है. പക്ഷേ ടേസ്റ്റ് ചെയ്യുന്ന ഡിഫറൻ്റ്. ओ, पर उसे चखने की जो क्षमता, तरीका, वो अलग അതിന്റെ बहुत है. കാരണം എന്താണെന്നറിയോ? इसका कारण क्या है? തിരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നവർ കൂടുതൽ അതറിയും. जो परमेश्वर के उस प्रेम से प्रतिक्रिया करते हैं, वो सबसे ज्यादा उसे अनुभव करते हैं. കർത്താവ് എന്താ പറഞ്ഞു? प्रभु ने क्या कहा? നിങ്ങൾ എന്നെ സ്നേഹിച്ചുകൊണ്ടല്ല ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നത്, तुमने मुझसे प्यार किया इसलिए नहीं मैं तुमसे प्यार करता, ഞാൻ നിങ്ങളെ സ്നേഹിച്ചുകൊണ്ടാണ് നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നത്. पर मैंने तुमसे प्यार किया इसलिए तुम मुझसे प्यार कर पाते. നമ്മളും അങ്ങനെ വേണ്ടേ? हमें भी वैसे ही करना है. സെലസ്റ്റ് എനിക്ക് തരുന്നുണ്ടല്ലോ ഞാൻ സെലസ്റ്റിനെ സ്നേഹിക്കണ്ടേ? सेलेस्ट मुझे प्यार दे रही है बोलकर नहीं मैं उससे प्यार സെലസ്റ്റ് करूं. സ്നേഹിച്ചില്ലേലും ഞാൻ സ്നേഹിക്കണം. सेलेस्ट मुझसे प्यार ना करे तो भी मैं उससे ആഷ്ലി प्यार എന്നെ करूं. സ്നേഹിച്ചില്ലേലും ഞാൻ സ്നേഹിക്കണം. एशली मुझसे प्यार ना करे तो भी അപ്പൊ मुझे ഞാൻ उससे प्यार രണ്ടുപേരോടും करना है. ഒരുപോലെ ആയിരിക്കണം. तो मुझे दोनों से समान रीति से बर्ताव करना है. കഴിഞ്ഞ ദിവസം ദൈവനോട് ഡിവിഷന്റെ കാര്യം പറഞ്ഞ കാര്യമോ ഇത്? पिछले दिन परमेश्वर ने जो विभाजन के बारे में मुझे बोला, इन वचनों के द्वारा मुझे ले गया. കർത്താവ് ചോദിച്ചു, നിന്റെ വിചാരം ഡിവിഷൻ ഇല്ലെന്നാ? परमेश्वर कह रहा है तेरे सोच में विभाजन नहीं ഉണ്ടടാ है. മോനെ. हे बेटा, രണ്ടുപേരോട് നിനക്ക് സ്പെഷ്യൽ തോന്നുന്നുണ്ടെങ്കിൽ അത് ഡിവിഷനാ. अगर दो लोगों से खास प्यार तुझे लग रहा है तो वो विभाजन है. കർത്താവിന് തോന്നാത്ത കാര്യം എനിക്ക് എന്തിനാ തോന്നേണ്ട ആവശ്യം?
जो परमेश्वर को महसूस नहीं हुआ वो मुझे महसूस क्यों करना है? കയറി വന്നപ്പോൾ ആത്മാവ് തൊടാൻ പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. पवित्र आत्मा मुझे अगुवाई दे रही है, इसलिए मैं इस वाणियों के द्वारा आगे जा रहा हूं. ഗീത ആൻറ്റിക്ക് എത്രത്തോളം രക്തം ദൈവം ചെലവാക്കിയോ അത്രയും രക്തം തന്നെ മൂണ്ടി ആൻറ്റിക്കും ചെലവാക്കിയിട്ടുണ്ട്. गीता आंटी के लिए परमेश्वर ने जितना लहू दिया उतना ही लहू मोंडी सिस्टर के लिए भी प्रभु ने दिया है. ആമേൻ. आमेन. ഡിഫറൻറ്റ് വാല്യൂ ആർക്കും കൊടുത്തിട്ടില്ല. किसी को भी अलग अलग मूल्य नहीं लगाया है, ഒരേ വിലയാണ് കൊടുത്തേക്കുന്നത്. सभी को भी एक दाम दिया है. ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം. और एक बात हम समझे, 10 ലക്ഷം പേരുടെ അല്ലെങ്കിൽ 1 കോടി പേരോട് പ്രസംഗിക്കുന്ന ഒരു വ്യക്തിക്ക് കിട്ടുന്ന സെയിം പ്രതിഫലമാണ് ഒറ്റ ഒരാൾക്ക് വേണ്ടി പ്രസംഗിക്കുന്നതിനും ദൈവം കൊടുക്കുന്നു. एक व्यक्ति जो 10 लाख या करोड़ों लोगों से प्रचार करता है उसको जो प्रतिफल मिलता है वही प्रतिफल वो व्यक्ति जो एक व्यक्ति से प्रचार कर रहा है उसको मिल जाए. അതിന്റെ കാരണം പറയാം. उसका कारण बताता हूं. എന്നെ വിളിച്ചത് मुझे बुलाया ഒറ്റ ഒരാളെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവരാനാണെങ്കിൽ सिर्फ एक ही व्यक्ति को अगर मसीह के पास ले आने के ഞാൻ लिए है, ആ വ്യക്തിയെ കൊണ്ടുവന്നാൽ मैं अगर उस व्यक्ति को मसीह के पास ले आऊं 100% സക്സസ് ആവും. तो वो 100% सक्सेस അതുകൊണ്ടാ है. ബൈബിള് പറഞ്ഞ് इसलिए वचन कहता है 3-ാം മണി നേരം വന്നവനും जब तीसरे समय में आया, 6-ാം മണി നേരം വന്നവനും जो छठवें उस समय के आया, 9-ാം മണി നേരം വന്നവനും കൂടി जो വരുവോ. उस 9वें घंटे में भी आया, उन सभी को एक ही तनख्वाह दी गई. ആമേൻ. आमेन. റിസൾട്ടിന്റെ അനുസരിച്ചിട്ടല്ല കൂലി. जैसा परिणाम है उसके आधार पर तनख्वाह नहीं दिया गया. ദൈവം ഏൽപ്പിച്ച ഉത്തരവാദിത്വം ചെയ്യുന്നെങ്കിൽ അതിനാ കൂലി. परमेश्वर ने जो जिम्मेदारी दी अगर उसे पूरा करे तो प्रतिफल मिलता है. വേറെ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചിട്ടില്ല. ജസ്റ്റ് പ്രാർത്ഥിക്കാനാണെങ്കിൽ നിന്റെ ആയുസ് നീ പ്രാർത്ഥിച്ചാൽ നിനക്ക് പ്രതിഫലമുണ്ട്. आपको कोई और जिम्मेदारी नहीं दी पर सिर्फ प्रार्थना करने की दी है. जिंदगी भर अगर आप उससे ईमानदार रहे तो आपका प्रतिफल आपको सही में നിന്റെ ഡ്യൂട്ടി मिलेगा. കൈയടിക്കാനാ, आपका जिम्मेदारी ആരാധിക്കാനാ. आराधना करना. നീ അതിനകത്ത് ഒരു വീഴ്ചയും വരുത്തിയിട്ടില്ലെങ്കിൽ अगर आपने उस जिम्मेदारी में कोई कमी കർത്താവിന്റെ नहीं लाई വരവെങ്കിൽ है, നിനക്ക് പൂർണ്ണ പ്രതിഫലം കിട്ടിയിരിക്കും. परमेश्वर के आगमन में आपको पूर्ण प्रतिफल मिल जाएगा. ആമേൻ. आमेन. ആമേൻ. आमेन. നമ്മുടെ കൂട്ടല്ല കർത്താവ് പ്രതിഫലം തരുന്നത്. परमेश्वर हमारे तौर तरीके के हिसाब से नहीं इनाम देता. അപ്പൊ ശ്രദ്ധിക്കേ, आमेन. ध्यान दीजिए. ദൈവം ഒരു പാപിയെ സൃഷ്ടിച്ചിട്ടില്ല. परमेश्वर ने एक पापी का सृष्टि नहीं किया है. ദൈവം ഒരു അടിമയെ സൃഷ്ടിച്ചിട്ടില്ല. परमेश्वर ने एक गुलाम की सृष्टि नहीं की है. ദൈവത്തിന്റെ അകത്ത് ആരായിരിക്കുന്നത്? परमेश्वर के अंदर कौन है? രാജാക്കന്മാരാ. राजाओं रह रहे हैं. എന്റെ ചോദ്യം, മുള്ളും പരക്കാരയും ഉണ്ടാകുമെന്ന് ദൈവം സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പാന്ന് പറഞ്ഞത് മനുഷ്യനെ സൃഷ്ടിച്ചതിന് ശേഷമാണെന്ന് പറഞ്ഞു. मेरा सवाल यह है, परमेश्वर ने ये कहा कि वहां पर कांटे और कोड़े रहेंगे, ये क्या मनुष्य की सृष्टि करने के बाद कही थी या उसके पहले कही थी? മനുഷ്യനെ ഈ ഹ്യൂമൻ ശരീരം കൊടുക്കുന്നതിന് മുമ്പ് എന്തൊക്കെയാ പറഞ്ഞെന്നുള്ളത് 1-ാം അധ്യായത്തിൽ വായിച്ചോ. और परमेश्वर ने मनुष्य को यह शारीरिक शरीर देने से पहले क्या क्या दिया वो पहले अध्याय में हम पढ़ सकते हैं. 1-26 മുതൽ उत्पत्ति का पुस्तक पहला अध्याय उसका 26वें आयत से. फिर परमेश्वर ने कहा हम मनुष्य को, നിർത്തി പതുക്കെ വായില്. फिर परमेश्वर ने कहा हम मनुष्य को अपने स्वरूप के अनुसार अपनी समानता में बनाए. और എങ്ങനെ? अपने स्वरूप के अनुसार ആ अपनी समानता में बनाए. ആരുടെ? किसके स्वरूप में? परमेश्वर के. അപ്പൊ എന്റെ ചോദ്യം, मेरा सवाल ഇനി നിങ്ങൾ എന്നോട് പറയണം, अभी आप मुझे बताएं, ദൈവത്തിന് അടിമയുടെ സമാനതയുണ്ടോ? क्या परमेश्वर के अंदर गुलाम की समानता है? ഉണ്ടോ? नहीं. ദാസന്റെ ഉണ്ടോ? क्या एक दास का समानता है? ഉണ്ടോ? नहीं. ഇല്ലല്ലോ. नहीं है. മനുഷ്യന്റെ ഉണ്ടോ? क्या मनुष्य की समानता है परमेश्वर में? नो. ഉണ്ടോ? नो. ഇല്ല. नहीं है.
മനുഷ്യന്റെ വേഷം എടുത്തതായി ദൈവം. परमेश्वर ने मनुष्य का रूप धारण किया. ദൈവം ആത്മാവാണെന്നാ പറഞ്ഞു. वचन कहता है परमेश्वर आत्मा है. അപ്പൊ ഈ ഒരു സമാനതകളും ഇല്ലാതെ മനുഷ്യനെ സൃഷ്ടിച്ച്, तो इन कोई भी समानताओं के बिना मनुष्य की सृष्टि की गई അപ്പം थी. ദൈവത്തിന് രാജാവിന്റെ സമാനതയുണ്ടോ? क्या परमेश्वर में राजा की समानता है? ഉണ്ടല്ലോ. यस. यस. പുരോഹിതന്റെ സമാനതയുണ്ടല്ലോ. परमेश्वर में पुरोहित की समानता है. यस. ഉണ്ടോ? यस. പ്രവാചകന്റെ സമാനതയുണ്ടോ? एक भविष्यवक्ता की समानता है या नहीं? यस. എല്ലാത്തിനും സൂപ്പർലേറ്റീവാ ദൈവം. परमेश्वर सभी का उत्तम स्तर है. എല്ലാത്തിനും സൂപ്പർലേറ്റീവ്. सभी का सिद्ध स्तर है परमेश्वर. അതിന്റെ സമാനതയാ സൃഷ്ടിച്ചെന്നല്ലേ ഈ പറഞ്ഞ്. और वचन में कहा गया है कि उस सिद्ध स्तरों का समानता की सृष्टि यहां हुई. ആണോ? यस. അത് സൃഷ്ടിച്ചിട്ട് ദൈവം എന്തൊക്കെയാ പറഞ്ഞു? और इस समानता की सृष्टि करने के बाद परमेश्वर ने उनसे क्या कहा? और वे समुद्र की मछलियों और आकाश की पक्षियों और घरेलू पशुओं और सारी पृथ्वी पर और सब रेंगने वाले जंतुओं पर जो पृथ्वी पर रेंगते हैं अधिकार रखे. എന്തുവാ? अधिकार रखे. അത് ഉറപ്പായല്ലോ. यस. ഞാൻ പറയണ്ടല്ലോ. अभी और मुझे समझाने की जरूरत नहीं. अगला वचन. तब परमेश्वर ने मनुष्य को अपने स्वरूप के अनुसार उत्पन्न किया. ആ अपने ही स्वरूप के अनुसार हाँ. परमेश्वर ने उसको उत्पन्न किया. ആ नर और नारी करके उसने मनुष्य की सृष्टि की. ആ और परमेश्वर ने उनको आशीष दी ആ और उनसे कहा फूलो फलो और पृथ्वी में भर जाओ. എന്തുവാ? എന്തുവാ? फूलो फलो और पृथ्वी में भर जाओ. ആരാ പൃഥ്വി നിറയണ്ട? तो पृथ्वी में किसे भरना है? ബെഗ് ചെയ്യുന്നവരോ? क्या जो भीख मांगता है वो? नहीं. അടിമയോ? गुलाम को भरना है क्या? ദാസനോ? क्या दास को भरना है? അതോ അടക്കി വാഴുന്നവനോ? वाव. पर जो अधिकार करता है उसे भरना था. वाव. ഹലോ, ഇപ്പൊ പിടികിട്ടിയോ? क्या हम अभी समझ पाए? എന്റെ സ്വരൂപമുള്ള, मेरे स्वरूप में जो है, എന്റെ സമാനതയുള്ള, जिसमें मेरी समानता है, എല്ലാത്തിനെയും അടക്കി വാഴാൻ കഴിയുന്ന जो सब पर अधिकार कर सकता है. ഒരു ജനതുമായിട്ട് നീ നിറയ. और उस झुंड के साथ तू अपने आप में भर जा इस पृथ्वी में. ഇപ്പൊ പിടികിട്ടിയോ? आमीन. അങ്ങനെയാണെങ്കിൽ अगर ऐसा है, ആദമിൽ ജനിക്കേണ്ടത് അബ്രഹാമോ അബ്രാമോ? आदम में से क्या अब्राम का जन्म होना था या इब्राहिम का जन्म होना था? इब्राहिम का. അപ്പൊ അബ്രാമിനെ ആരാ ജനിപ്പിച്ചു? तो फिर अब्राम का जन्म किसने किया था? ആദം ജനിപ്പിച്ചു. आदम ने अब्राम का जन्म किया. ദൈവത്തിന്റെ പ്രൊഡക്റ്റ് അല്ല അബ്രാം. परमेश्वर का प्रोडक्ट नहीं है अब्राम. ദൈവത്തിന്റെ പ്രൊഡക്റ്റിന്റെ പേര് അബ്രഹാം എന്നാ. परमेश्वर का प्रोडक्ट का नाम है इब्राहिम. പിന്നെ അബ്രാം ആരാ? अब्राम कौन है? ആദമിന്റെ പ്രൊഡക്റ്റാ. हो, वो आदम का प्रोडक्ट है. എങ്ങനെ അതുണ്ടായി? उसका उत्पन्न कैसे हुआ? നീ ശ്രദ്ധിച്ചു കേൾക്കുക. ध्यान से सुनना. ആദം ഇപ്പൊ നിൽക്കുന്ന ആരാട്ടാ? ദൈവത്തിന്റെ സെയിം സ്വരൂപം, आदम अभी परमेश्वर के वही स्वरूप में है. അധികാരി, वही अधिकारी बनकर रुका है. രാജാവാ. वो एक राजा बनकर സംശയമില്ലല്ലോ. रुका. कोई शक नहीं है ना? ആദം രാജാവാണെന്നുള്ള സംശയമില്ലല്ലോ. आदम राजा है, इसमें कोई शक नहीं है. രാജാവാ. आदम राजा है. പുള്ളി എന്തിന്റെ രാജാവാ? आदम किसका राजा है? എവിടൊക്കെ രാജാവെന്നാ പറഞ്ഞേക്കുന്നത്? किस किस स्तरों में वो राजा है? आकाश और पृथ्वी और घरेले पशु जो है सारी पृथ्वी पर वो राजा है.
സിമ്പിൾ ഞാൻ ചോദിക്കുന്നു, ഭൂമി പുള്ളി രാജാവാന്നേ? एक पूछना चाहता हूं, क्या वो पृथ्वी पर राजा तो है? यस ആന്നല്ലോ. यस। അപ്പോൾ പുള്ളിയാണോ ഭരിക്കേണ്ടത്, അതോ പുള്ളിയെ ആർക്കെങ്കിലും കീഴടങ്ങണോ? तो क्या आदम को वहां राज करना था या किसी के अधीन उसे रहना था? राज करना था। ഒറ്റ ഒരാൾക്ക് കീഴടങ്ങിയാൽ മതി, ദൈവത്തിന് മാത്രം. आदम को सिर्फ एक ही के सामने समर्पित होना है, वो परमेश्वर के सामने था। അല്ലേ? यस। അപ്പൊ ഇൻസ്ട്രക്ഷൻ എവിടുന്ന് മാത്രം കേട്ടാ മതി? तो निर्देश सिर्फ कहां से ही सुनना है? സ്വർഗത്തിൽ നിന്ന് കേട്ടാ മതി. सिर्फ स्वर्ग से ही उसे निर्देशों को അതിന്റെ प्राप्त करना താഴെ നമ്മൾ എന്തിനാ നിർദ്ദേശം? है। उसके नीचे स्तरों से निर्देशों की क्या जरूरत है? वाह। ആ മനസ്സിലാകാൻ പറഞ്ഞാൽ समझा कर देता हूं। और പ്രധാനമന്ത്രിക്ക് ആരുടെയും നിർദ്ദേശത്തിന്റെ ആവശ്യമുണ്ടോ? प्रधानमंत्री को क्या किसी और की निर्देशों की जरूरत है? ഉണ്ടോ? है या नहीं? പറ. आप बताएं। ഇല്ല. नहीं। പക്ഷേ പ്രസിഡന്റ് പറഞ്ഞാൽ കേൾക്കണം. पर प्रेसिडेंट अगर प्रधानमंत्री से कुछ कहे तो उसे सुनना पड़ेगा। ബാക്കി ആരെ കുറിച്ചും കേൾക്കേണ്ട കാര്യമില്ല फिर किसी और से उसे सुनने की जरूरत नहीं। എന്ന് പറഞ്ഞ പോലെ उसी तरह ആദമിന് ദൈവം പറഞ്ഞാൽ മാത്രം കേട്ടാ മതി. आदम को सिर्फ परमेश्वर जो कहता है वही सुनना काफी था। വേറെ ഒരെണ്ണവും അവന് മേളിലല്ല, കീഴില. बाकी सब जो है वो उसके ऊपर नहीं, उसके नीचे है। ഇവിടെ ആര് വന്നു? यहाँ पर कौन आया? പറ. आप बोलो। പാമ്പ്. सांप आया। പിശാചെന്ന് പറയല്ലേ? शैतान मत बोलो। പാമ്പ് വന്നു. सर्प आया। പാമ്പ് ഇവന്റെ കീഴിലോ ഇവന്റെ മേളിലോ? सर्प क्या आदाम के ऊपर है या अधीन है? अधीन है। പാമ്പ് പിശാചല്ല, മനസ്സിലാക്കണം. आप समझिए, सर्प शैतान नहीं है। പാമ്പിനെ ആരെടുത്തതാ? सर्प को किसने स्वीकारा, इस्तेमाल किया? शैतान। പിശാച് എടുത്തതാ. शैतान ने उसका इस्तेमाल किया। അല്ലാതെ പാമ്പ് പിശാചല്ല, नहीं तो सर्प शैतान नहीं है। പിശാച് പാമ്പായതുമല്ല. और शैतान सर्प नहीं बना। പാമ്പിന്റെ പിശാച് കടമെടുത്തു. और सर्प को जो है शैतान ने कर्जे में लेकर इस्तेमाल किया। അതുകൊണ്ടാണ് ശ്രദ്ധിച്ചു കേൾക്കണം, ध्यान से सुनना। ഏദൻ തോട്ടത്തിലെ പാമ്പിന് കാലുണ്ടായിരുന്നു. एदन वाटिका में जो सर्प था उसके पैर थे। സംശയമുണ്ടോ? क्या कोई शक है? അവിടെ എഴുതിയിട്ടുണ്ട്. उधर लिखा है, ദൈവം അതിനെ ശപിക്കുമ്പോൾ പറയുന്നു, जब परमेश्वर सर्प को श्राप देता है, നിങ്ങളുടെ സകല കന്നുകാലികളിലും കാട്ടുമൃഗങ്ങളിലും വെച്ച് ശപിക്കപ്പെട്ടിരിക്കുന്നു. और परमेश्वर ने उस सर्प को श्राप देते समय ऐसा एक वचन कहा, 3 अध्याय उसका 14वां आयत, तब यहोवा परमेश्वर ने सर्प से कहा, तूने जो यह किया है इसलिए तू सब घरेलू पशुओं और सब बनेले पशुओं से अधिक श्रापित है। तू पेट के बल चला करेगा और जीवन भर मिट्टी चाटता रहेगा। ആമേൻ. എന്താ പറഞ്ഞേക്കുന്നത്? वहां क्या कहा है? എന്നു മുതല പാമ്പ് എഴയാൻ തുടങ്ങി? किस समय से सांप जो है रेंगने लगा? ദൈവം ശപിച്ചതിന് ശേഷം. जब परमेश्वर ने उसको श्राप दिया तब അതിനു से। മുമ്പ് നടക്കുമായിരുന്നു. उसके पहले सांप चलता था അതിനെയാണ് പിശാച് വശീകരിച്ച്. और शैतान ने उसको प्रभावित कर लिया। അതിനെ ഭരിക്കേണ്ടതാരാ? उस पर प्रभुता किसे करना था? ആദം ഭരിക്കേണ്ടതാ. आदम को उस पर राज करना അതിന്റെ था। വാക്കിന് കീഴടങ്ങി. पर वो उसके शब्दों के सामने समर्पित हो ഇപ്പൊ गया। അവിടെ രാജാവാരാ? अभी वहां राजा कौन है? പറ. പാമ്പ്. सांप वहां राजा बन അവിടെ गया। അടിമയാരാ? और अभी गुलाम कौन बन गया? ആദം. ആദം. അന്നു മുതലാണ് മനുഷ്യൻ അടിമയായത്. और उस समय से मनुष्य गुलाम बन गया। രാജാവിനെ ഒരാൾ തോപ്പിച്ചാൽ അവനാ പിന്നെ രാജാവ്. अगर कोई एक राजा को हराता है तो हराया हुआ व्यक्ति फिर राजा बन जाता है। അവൻ തോപ്പിച്ചു, അവൻ രാജാവായി. सांप ने उसको हराया और फिर वो राजा പക്ഷെ बन गया। അവന്റെ ഹിസ്റ്ററി പറയാ, पर उसकी इतिहास में അവൻ बताता എന്നും हूं, അടിമയാ. वो अभी भी गुलाम है। അവൻ സ്വർഗത്തിന്റെ അടിമയാ. वो स्वर्ग का गुलाम है। ആ അടിമ വന്ന് वो गुलाम आकर ഇവരെ വശീകരിച്ചപ്പോ जब इनको धोखा दिया, ഇവരടിമയായി. ये आदम हव्वा भी गुलाम बन ഇവരുടെ गए। പദവി അവന് കിട്ടി. और इनकी जो औलाद थी वो കൊടുക്ക हिसाब में വാങ്ങൽ. लेन देन।
നമ്മുടെ രാജകീയ പദവി ഇപ്പൊ അവൻ്റെ കയ്യിലായി, और हमारा राज्य की औदा भी उसके हाथों में हो गया, അവന്റെ അടിമത്തം നമുക്കായി. उसकी गुलामी का औदा हमारे ऊपर आ गया. ഇതുകൊണ്ടാണ് അവൻ യേശുവിനോട് പറഞ്ഞ് इसलिए उसने यीशु से कहा, എന്നെ മൊത്തം ഏൽപ്പിച്ചേക്കുക, ये सब कुछ मेरे हाथों എന്നെ में दे दिया വീണ് गया. വണങ്ങിയാൽ अगर तू मेरे सामने गिर कर ഞാൻ ഇത് नमस्कार തരാമെന്ന്. करे, मैं ये सब तुझे दे കാരണം दूंगा. നീ കൊടുത്ത അധികാരം ഇപ്പൊ എന്റെ കയ്യിലാണ്. क्योंकि तूने जो सारी अधिकार दी थी वो सब अभी मेरे हाथों में है. ആമേൻ. അതാണ് നമ്മൾ തിരിച്ചു പിടിക്കുന്നത്. हम उस सारे अधिकारों को फिर से ले അതാണ് रहे हैं. കാൽവറി ക്രിസ്തു തിരിച്ചു പിടിച്ചത്. कलवरी पर मसीह ने वही फिर से जीत അതിന്റെ लिया പൂർണ്ണ അധികാരമാണ് നമ്മൾ തിരിച്ചു പിടിക്കുന്നത്. और उसके पूर्ण अधिकार को हम അവിടെയാണ് जीतते നമ്മൾ हैं. രാജാക്കന്മാരാകുന്നത്. और उस स्थान में हम राजा बन जाते हैं. आमेन ആമേൻ. आमेन. എത്ര പേർക്ക് ദൂത് പിടികിട്ടി? ഇപ്പൊ कितने लोग वाणी को समझ पाए, പിടികിട്ടിയോ? कि हम समझ पाए. അവിടെ വന്ന് പാമ്പ് ചതിച്ചു, वहां आकर सांप ने धोखा दिया, അവന്റെ അടിമത്തം ഇവിടെ കൈമാറി. उसके गुलामी को इनके ऊपर सौंप दिया. അപ്പം ഇവൻ ജനിപ്പിക്കേണ്ടത് സത്യത്തിൽ രാജാക്കന്മാരെയാ. അടിമത്തം കിട്ടിയ അന്ന് മുതൽ ഇവൻ അടിമകളെ ജനിപ്പിക്കാൻ തുടങ്ങി. आदम को सच में राजाओं को जन्म देना था, पर जब से वो गुलामी के अंदर आ गया, वो गुलामों को जन्म देने लगा. ഞാൻ ഒരു ഒന്ന് രണ്ട് വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. कुछ शब्दों में मैं समाप्त करूंगा. അങ്ങനെ മനുഷ്യ മുഴുവൻ അടിമയായി. उस तरीके में मनुष्य पूरा गुलाम बन गया. അങ്ങനെ ജനിച്ച ഒരു അടിമ കുഞ്ഞിന്റെ പേര് അബ്രാം. वैसा गुलामी का संतान है अब्राम. ഇപ്പൊ പിടികിട്ടിയോ? यस. അങ്ങനെ ജനിച്ച അടിമ കുഞ്ഞിന്റെ പേരാണ് അബ്രാം. इस तरीके में जन्म लिया हुआ गुलामी का संतान है अब्राम. ആ അടിമ കുഞ്ഞിനെ നോക്കി രാജാതിരാജാവ് പറഞ്ഞു, നീ ഒരു രാഷ്ട്രമാകാൻ പോവാ. उस गुलामी के संतान को देखकर राजाओं के राजा ने कहा, तू एक राष्ट्र बनेगा. അപ്പൊ ഇവന്റെ അടിമത്തം പൊട്ടണം. तो इसकी गुलामी अभी टूटनी है. ആമേൻ. അത് പൊട്ടാനാ പറഞ്ഞത്, നീ വേർപാട് ആചരിക്കണം. ये टूटने के लिए प्रभु ने उससे कहा कि तू अलगपन के अनुभव में रहना നീ है. കിടക്കുന്ന അടിമകളുടെ കൂടെ, तू गुलाम लोगों के साथ നിന്റെ रहता है. സാധാരണ അടിമകളുടെ കൂടെ, तेरा लेन देन गुलाम लोगों के നിന്റെ साथ है. സ്റ്റൈൽ അടിമയുടേതാ. तेरा स्टाइल गुलाम लोगों का है. അതിനകത്തുനിന്ന് പുറത്തു വന്നാൽ, उसमें से अगर तू बाहर നീ आएगा, അതിനോട് വേർപെട്ടാൽ तू उससे अगर अलग हो നിന്റെ जाएगा, സ്റ്റൈല് മാറും. तेरा तरीका बदल നീ जाएगा. രാജാവാകും, तू राजा നീ बन जाएगा. രാഷ്ട്രമാകും. तू राष्ट्र बन നിന്നെ जाएगा. അടിമത്തത്തിൽ ഞാൻ പുറത്തെടുക്കാൻ ആഗ്രഹിക്കുന്നു. तुझे मैं गुलामी से बाहर लाना चाहता हूं. ആമേൻ. आमेन. ആമേൻ. ആമേൻ. അതിനൊരു ജനനം നടക്കണം. और उसके लिए एक जन्म वहां ആ होना है. ജനം ആത്മാവിലാ നടക്കണ്ടേ. वो जन्म आत्मा में होना है. ജഡം അടിമയായി, शरीर गुलाम बन गया, അതിനെ ഒതുക്കി उसे कब्जा ഒരു करके ആത്മീക ജനനം നടക്കണം. एक आत्मिक जन्म होना है. ആ ജനനത്തിന്റെ പേരാ വീണ്ടും ജനനം. और उस जन्म का नाम है मसीह में जन्म അതുകൊണ്ടാ लेना. ദൈവം പറഞ്ഞ്, इसलिए परमेश्वर അബ്രഹാമേ ने ഞാൻ कहा, നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. अब्राहम मैंने तुझे फिर से छुड़ा लिया है. ഇസ്രായേലെ ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. इस्राएल मैंने तुम्हारा उद्धार कर लिया है. ആമേൻ. आमेन. അങ്ങനെ വീണ്ടെടുക്കപ്പെട്ടവരായി ഇവിടെ ഇരിക്കുന്നത്. और वैसे उद्धार पाए हुए लोग हैं यहाँ पर सब. അതുകൊണ്ട് ചില വേർപാടിന്റെ ആവശ്യമുണ്ട്. इसलिए कुछ अलगपन की अनुभव की ഇന്ന് പകൽ जरूरत है. വിടുന്നോണ്ട് പറ, आज सुबह यहाँ എന്നെ बैठकर ഒരു कहा, വേർപാടിന് ഞാൻ വിട്ടുതരിക. मैं अपने आप को एक अलगपन के लिए എല്ലാവരും भेज रहा പ്രാർത്ഥിക്കാൻ हूं. തുടങ്ങിക്കാം. सभी लोग प्रार्थना करना शुरुआत करें. ചിലയിടത്തു നിന്നൊക്കെ എനിക്ക് വേർപെടണം. कुछ बातों में से मुझे अलग होना है. പ്രാർത്ഥിച്ചാട്ടെ. सभी लोग प्रार्थना करें. लाबाना हसबना रबरतना दिया आडगदु रबलदरगडगसिया आल्ता शेबेर तोरिया बर्तना दी बर्तने सोबल कडगदु नगडगदना आर्तस मेरी गरकंदनिया ला बर्तना वेदल कडगदु बर्तना വെള്ളം വെള്ളയിടുന്ന നല്ല വേർപാട്. व्हाइट और व्हाइट पहनना ये अलगपन का चिन्ह नहीं. മീശ എടുക്കുന്ന നല്ല വേർപാട്. जो है क्लीन शेव करना, ये जो है अलगपन का चिन्ह नहीं. ആഭരണം എല്ലാം മാറ്റുന്ന നല്ല വേർപാട്. जो है जेवर सब हटाकर जीना, ये कोई अलगपन का चिन्ह नहीं. പിന്നെ എന്താണ് വേർപാട്? अलगपन क्या है? അടിമത്തത്തിൽ നിന്ന് പുറത്തു വരുന്ന, गुलामी से बाहर आना. നിന്നെ അടിമയാക്കി വെക്കുന്ന, जो तुझे गुलाम बना നിന്നെ कर रखता है, നിന്നെ ഒതുക്കി വെക്കുന്ന, तुझे सीमित रखने वाला, നിന്നെ ലിമിറ്റ് ചെയ്യുന്ന, तुझे सीमित करने वाला, ഓ രക്ഷം നിന്നെ കുരുക്കിയിടുന്ന तुझे चंगुल में रखने वाला, സംവിധാനങ്ങളുടെ അകത്തുനിന്ന് പുറത്തു വരിക. उस संविधानों से बाहर आना. आमीन.
आमेन। ओ शाराबला हर ആരാധനയുടെ സ്വാതന്ത്ര്യം തടയുന്ന, आराधना के आजादी को रोकने वाला, അഭിഷേകത്തിന്റെ സ്വാതന്ത്ര്യത്തെ തടയുന്ന, अभिषेक के आजादी को रोकने वाला, വിശ്വാസത്തെ തടയുന്ന, विश्वास को रोकने वाला, ഓ ദൈവസ്നേഹത്തെ തടയുന്ന, परमेश्वर के प्रेम को रोकने ഓ वाला, തടസ്സങ്ങളെ പൊട്ടിക്കുന്നതാണ് വേർപാട്. उन सारे रुकावटों को तोड़ना है अलगपन। എല്ലാവരും പ്രാർത്ഥിക്കണം. सभी लोग प्रार्थना करें। എല്ലാവർക്കും വേർപാട് ആവശ്യമാണ്. सभी को अलगपन की ഇതിനകത്തൊന്നും जरूरत ആരും है। ഒഴിവല്ല. इसमें से कोई भी हटकर नहीं रुक सकते। വേർപാടിന് ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ടെ. सभी लोग परमेश्वर से इस अलगपन ചില के लिए മേഖലകളിൽ प्रार्थना നിന്ന് करें। എനിക്ക് വേർപെടണമെന്ന് പറ. कहो कि मुझे कुछ बातों में से मुझे अलग होना है। ഞാൻ വിട്ടേച്ചു വന്ന ആചാരങ്ങൾ വീണ്ടും ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ വേർപാട് ആവശ്യമാണ്. मैंने जो रीति रिवाजों को छोड़कर मैं आया था, अगर मैं उसमें ही अभी भी शामिल हूं तो मुझे उसमें से अलगपन की जरूरत है। രീതി റിവാജാണോ എന്നെ നല്ല പാട്? ഹൈന്ദവ മാർഗത്തിൽ നിന്ന് ഇങ്ങനെ പലതിനകത്തൊന്നും വന്നവരാ ഇവിടെ ഇരിക്കുന്നത്. बहुत सारे धर्मों से आए हुए, जो हिंदुइज्म, वैसे बहुत सारे धर्मों से आए हुए लोग यहाँ पर है। കുടുംബക്കാർ പലതും ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് പോയി മിങ്കിൾ ചെയ്യുന്ന ആ മേഖലയിൽ നിന്ന് നീ വേർപെടണം. आपके परिवार के लोग जो कर्म कार्य करते हैं उसमें बीच बीच में शामिल होना, उन सारे बातों में से आपको अलग होना है। കല്യാണത്തിന് വിളിക്കുമ്പോ, जब वो शादी के लिए बुलाते കുടുംബത്തിലെ हैं, എന്തെങ്കിലും കാര്യത്തിന് വിളിക്കുമ്പോ परिवार के कोई फंक्शन के लिए जब അവിടെ बुलाते പോയി हैं, അവരുടെ കൂടെ മിങ്കിൾ ചെയ്യുന്നു. ആ വേർപാട് ആവശ്യമാണ്. उनके साथ जाकर उनके तरीके के साथ मिलजुल जाते हैं। उस विषय में से हमको अलगपन की जरूरत है। വേർപാട് പറ. വേർപാട് നിനക്ക് ആവശ്യം. हमको अलगपन की जरूरत है। മദ്യപിക്കുന്ന ക്രൈസ്തവർ കാണും, जो है दारू पीने वाले मसीह लोग होंगे, പക്ഷെ नामदायक। എനിക്കതിന് വേർപാടാ. पर मेरे लिए वो एक अलगपन है। മദ്യപാനം ബൈബിള് എതിരാ. और शराबी के खिलाफ है परमेश्वर का वचन। शराब के खिलाफ है परमेश्वर का वचन। എല്ലാം വിടും, പക്ഷെ ഹൈന്ദവ സ്റ്റൈൽ ഞാൻ വിടത്തില്ല. मैं सब कुछ त्याग दूंगा, पर ये हिंदुइज्म का जो मेरा तरीका है उसे मैं नहीं त्यागूंगा। दूसरे धर्म के रीति रिवाजों को मैं नहीं त्यागूंगा। അടിമുടി നിന്റെ എല്ലാ മേഖലയിലും മാറ്റം വരണം. और हमारे सारे तौर तरीकों में हमारा बदलाव हटाना है। ധർമ്മം നിനക്ക് തന്ന വേഷവിധാനങ്ങൾ മാറ്റണം നീ. आपके धर्म ने जो आपको पोशाक पहनने का तरीका सिखाया उसे आपको बदलना है। അതാ വേർപാട്. वो है अलगपन। അവരുടെ ഇടയിൽ അവരെ പോലെ ജീവിച്ചിട്ട് ഞായറാഴ്ച ചർച്ച വന്നിട്ട് കൈയടിക്കുന്നതല്ല വേർപാട്. उन लोगों के बीच में रहते हो, उनके तौर तरीके का पालन करते हो और फिर रविवार को आके ताली बजाना, ये नहीं है अलगपन की जिंदगी। ഊരിക്കളയേണ്ടത് ഊരിക്കളയണം. जो आपको निकाल कर रखना है वो सब कुछ निकाल कर रखना है। മാറ്റി വെക്കേണ്ടത് മാറ്റി വെക്കണം. जो हटा कर रखना है वो सब कुछ हटा कर रखना है। നിന്നെ കാണുന്നവർ ദൈവം ഇതിലാന്ന് പറയട്ടെ. जो आपको देखते हैं वो कहे कि आप परमेश्वर के संतान हो। വേർപാട് പൂർണ്ണമാകട്ടെ. अलगपन हमारे अंदर നിന്റെ पूर्ण हो അടിമത്തം जाए। മാറാൻ, आपकी गुलामी നിന്റെ हटे, തകർച്ച മാറാൻ, आपके नाशितपन हटने നിന്റെ के लिए, ബന്ധനം അഴിയാൻ आपकी बंधुआई നീ टूटने ഒരു के लिए വേർപാടിലേക്ക് കയറുക. आप एक अलगपन के अनुभव में आ जाओ।
പൂർണ്ണ വേർപാടിനായി എന്നെ സമർപ്പിക്കുന്നു. सिद्ध अलगपन के लिए मैं अपने आप को समर्पित करता ശ്രദ്ധിച്ചു हूं. കേൾക്കണം. ध्यान से सुनना. പൂർണ്ണ വേർപാടിനായി पूर्ण अलगपन के लिए എന്നെ ഏൽപ്പിക്കുന്നു. मैं अपने आप को समर्पित करता हूं. എനിക്ക് യാതൊരുവിധ സ്വാധീനങ്ങളും വേണ്ട. मेरे जिंदगी में और कोई भी प्रभाव की जरूरत मुझे नहीं है. കുടുംബക്കാരുടെയും ധർമ്മത്തിന് പഴയ ധാർമ്മിക മേഖലകളുടെയും ഒരു സ്വാധീനവും എനിക്ക് വേണ്ട. मेरे परिवारों का, मैं जिस धर्म से आया उसके कोई भी प्रभाव या तरीकों का प्रभाव मेरे जिंदगी में मुझे नहीं चाहिए. ഇതൊന്നും എനിക്ക് വേണ്ട. ये कुछ भी ഒരു मुझे नहीं പൂർണ്ണ चाहिए. വേർപാട് ഞാൻ എന്നെ ഏൽപ്പിക്കുന്നു. एक पूर्ण अलगपन के लिए मैं अपने आप को सौंपता हूं. അങ്ങനെയുള്ള ഒരു കൈ ഒന്ന് ഉയർത്തിക്കാട്ടെ. जो ऐसे इच्छा करते हैं वो अपने हाथों को उठाए. ഈ കൈ ഉയർത്തിയവർ മാത്രം എഴുന്നേറ്റ് നിന്നാട്ടെ. और जिन्होंने हाथ उठाया सिर्फ वही लोग खड़े हो जाए. കൈ ഉയർത്താത്തവർ എഴുന്നേക്കല്ലേ, കൈ ഉയർത്തിയവർ മാത്രം. जिन्होंने हाथ नहीं उठाए आप उठे ना, आप बैठे रहे, बाकी लोग सब उठ जाए. നിങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. आप अपने आप को समर्पित करके प्रार्थना करें. നിങ്ങളുടെ അടിമത്തം ഇന്ന് പൊട്ടുക. आज आपकी गुलामी टूट रही है. आमेन. നിങ്ങൾ ഒരു രാജകീയ പദവിയിലേക്ക് കയറുക. आप एक राजकीय ओहदे में प्रवेश कर रहे അതിന്റെ हैं ആദ്യത്തെ ചുവട് വെക്കുക നിങ്ങൾ. और उसका पहला स्टेप आज आप रख रहे हो. അറിഞ്ഞോ അറിയാതെയോ കർത്താവെ പലതിനകത്ത് ഞങ്ങൾ മിങ്കിളായി പോയിട്ടുണ്ട്. प्रभु जाने अनजाने में बहुत सारे चीजों में हम मिलजुल गए. ഇന്ന് ഞങ്ങൾക്ക് അത് വേണ്ട. आज से हमें वो नहीं चाहिए. ആത്മാ പറഞ്ഞ പൂർണ്ണ വേർപാടിന് ഞങ്ങളെ വിടുക. आत्मा कहता है वो पूर्ण अलगपन के लिए हम सौंपते हैं. ദയവായി കൈ ഉയർത്താത്തവർ വീണ്ടും എഴുന്നേറ്റ് നിൽക്കല്ലേ. मैं फिर से എന്തിനാ പ്രാർത്ഥിക്കുന്നുള്ള ബോധത്തോടെ ഇരിക്കണം. मैं ये याद दिलाता हूं जिन्होंने हाथ नहीं उठाया वो खड़े ना रहे, क्योंकि हम ये किस लिए प्रार्थना कर रहे हैं ये समझ आप में होनी चाहिए. ചുമ്മാതെ എഴുന്നേറ്റ് നിൽക്കല്ലേ. ഇത് സീരിയസ് പ്രെയർ ആണ്. ऐसे ही नाम के लिए खड़े मत रहना, ये बहुत ही गंभीर प्रार्थना है. ഇത് നമ്മൾ ദൈവമായിട്ട് ഒരു കരാറിലെത്തുക. इस समय में हम परमेश्वर के साथ एक वाचा बांध रहे हैं. അറിഞ്ഞോ അറിയാതെയോ കർത്താവേ, प्रभु जाने अनजाने में ദൈവത്തിന് ഇഷ്ടമില്ലാത്ത പല അവസ്ഥകളിൽ ഞങ്ങൾ പോയിട്ടുണ്ട്. प्रभु आपको पसंद नहीं ऐसे बहुत सारे परिस्थितियों में हम गए हैं. प्रभु ഞങ്ങളുടെ സ്റ്റൈല് പലപ്പോഴും പരിശുദ്ധാത്മാവിന് ഇഷ്ടമല്ല. हमारे तरीके बहुत बार पवित्र आत्माओं को पसंद नहीं थे. ആമേൻ. പ്രാർത്ഥിച്ചാട്ടെ. आप प्रार्थना करना प्रार्थना शुरुआत चाहते। करें. പരിശുദ്ധാത്മാവിന് ഇഷ്ടപ്പെടാത്ത പലതും ഞങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. पवित्र आत्मा को पसंद नहीं ऐसे बहुत सारी चीज हम में പക്ഷെ हुई ഇന്ന് है. ഞങ്ങൾ എന്നെ മുട്ടും ഏൽപ്പിക്കുക. पर आज हम पूर्ण तौर से अपने आप को समर्पित करते हैं. എന്നെ പൂർണ്ണ വേർപാടിന് സമർപ്പിക്കുക. एक पूर्ण अलगपन के लिए हम समर्पित करते നിങ്ങളുടെ हैं. വാഗൊണ്ട് അത് പറയണം ദൈവത്തോട്. आप अपने मुंह खोलकर इस बात को कहे प्रभु से. പൂർണ്ണ വേർപാടിന്. पूर्ण अलगपन के लिए. ഞങ്ങളുടെ ചിന്തയിൽ വേർപാടിന്റെ ആശയം വേറെ പലതുമായിരുന്നു. हमारे सोच में अलगपन, इसका तरीका, सोचने का तरीका अलग था. ഞങ്ങൾ അതുകൊണ്ട് പലതും ചെയ്തു. इसलिए हमने बहुत सारे चीजों में हम मिलजुल गए. പക്ഷെ വചനം അതിനപ്പുറത്താ പറയുന്നു. पर परमेश्वर का वचन हमें उसके पार എന്റെ सिखाता है. അഭിഷേകത്തിന് തടസ്സം നിൽക്കുന്ന, जो मेरे अभिषेक के लिए रुकावट എന്റെ बना, ആത്മീയ ജീവിതത്തിന് തടസ്സം നിൽക്കുന്ന, जो मेरे आत्मिक जिंदगी के लिए रुकावट എന്റെ बना, വിശ്വാസത്തിന് തടസ്സം നിൽക്കുന്ന, जो हमारे विश्वास के लिए रुकावट എന്റെ बना, സന്തോഷത്തിന് തടസ്സം നിൽക്കുന്ന, जो मेरे खुशी के रुकावट रुका, എന്റെ സമാധാനത്തിന് തടസ്സം നിൽക്കുന്ന, जो मेरे समाधान के रुकावट रुका, എന്റെ പ്രോസ്പെരിറ്റിക്ക് തടസ്സം നിൽക്കുന്ന, जो मेरे विशालता के रुकावट में रुका എന്റെ है, പ്രോസ്പെരിറ്റിക്ക് തടസ്സം നിൽക്കുന്ന मेरे आशीष के जो रुकावट बना है, സകലതിനോട് ഞാൻ വിട പറയുക. इन सभी से मैं अलविदा कहता हूं. അതുമായിട്ട് എനിക്ക് ബന്ധം വേണ്ട. उन कोई भी चीजों से मुझे रिश्ता ഞാൻ नहीं മിങ്കിൾ चाहिए. ചെയ്യത്തില്ല. मैं उसके साथ नहीं मिलजुलूंगा.
എല്ലാവരും പ്രാർത്ഥിച്ചോട്ടെ. सभी लोग കുറുകുറുക്കേണ്ട സമയമല്ല, വാ തുറന്ന് പ്രാർത്ഥിക്കേണ്ട സമയം. ये गुड़गुड़ाने का समय नहीं, मुंह खोल कर നിങ്ങളുടെ परमेश्वर ബ്രേക്ക് से ത്രൂ बातें ഇപ്പൊ करना। നടക്കുക. आपका छुटकारा भी हो रहा है। ഒരു പുതിയ ചോടി ഇന്ന് ആരംഭിക്കുക. एक नया कदम का शुरुआत यहाँ हो रहा है। അടകതന പ്രൗഢ ബബ ബബ രഗ തുനി ഹസി ജുഡാ രഗ ദല അടകസിയ. നിന്നെ ഇടയ്ക്കിടയ്ക്ക് അലട്ടിയതൊക്കെ ഇന്ന് നിന്റെ കാൽ കീഴാകുക. जो आपको बीच बीच में आकर दिक्कत दे रही थी, वो आज आपके पैर के नीचे आ रहा है, കാരണം നീ അതിന്റെ മേൽ രാജാവാകുക. क्योंकि आप उसके ऊपर राजा बन रहे हो। Yes, yes, yes. നിന്റെ രാജ്യം സ്ഥിരമാകുക. तेरा राज्य स्थिर बन रहा है। നിന്നെ ഒരു രാജ്യമാക്കി പ്രഖ്യാപിക്കുക. तुझे एक राज्य बोलकर ऐलान किया നീയാണ് जा रहा അവിടുത്തെ है। രാജാവ്. तू यहाँ वहाँ का നീ राजा है। ദൈവത്തിന്റെ രാജാവാ. तू परमेश्वर का നീ राजा है। ദൈവത്തിന്റെ രാജ്യവാ. तू परमेश्वर का राज्य है। ആട്ടകതന പ്രൗഢ ബാബ 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 ശകതന അസ്തനാദിയാല പ്രൗഢ അന്തരാദിയാല പ്രൗഢ ബാബ ബാബ അടകതന പ്രൗഢ ബാബ ബാബ. Yes, yes. ദൈവസഭയുടെ അടിസ്ഥാന ഉപദേശങ്ങളൊന്ന് വേർപാട് ആചരിക്കുക. परमेश्वर के कलीसियाओं के जो नींव सिद्धांत है, शिक्षण है, उसमें का प्रमुख है अलगपन का अनुभव। നീ അടിസ്ഥാനത്തല്ല ഇന്ന് കയറി കാലുവെച്ച. आप आज उस नींव पर आपने कदम रख लिया, ഈ അടിസ്ഥാനമാണ് നിന്നെ പണിയാൻ പോകുന്നത്. और ये नींव आपको बांधेगा। നിന്നെ കുലുങ്ങാത്തൊരടിസ്ഥാനം ഇടുക ഇന്ന്. आपके लिए ऐसा नींव डाल रहा है जो कभी हिलेगा नहीं। നീ ഇനിയും കുലുങ്ങത്തില്ല. आप अभी हिलोगे नहीं, നീ ഇനിയും താഴത്തില്ല. आप अभी नीचे നീ नहीं ഇവിടെ जाओगे, ഉയരാൻ പോവാ. आप ऊंचा उठने ഇവിടെ वाले നീ हो। തല ഉയർത്താൻ പോവാ. आपका सिर ऊंचा उठने ഇവിടെ നീ वाला है। ബലപ്പെടാൻ പോവാ. यहाँ पर आप बलवंत हो ഇവിടെ നീ जाओगे, ഭരണം തുടങ്ങുക. यहाँ पर राज करोगे। ओ शाला बारा बारा बना हास जो खड़े हैं अपने दोनों हाथों को स्वर्ग की ओर बढ़ाएंगे और प्रभु से कहो, आप अपने मुंह खोल कर कहो, പൂർണ്ണ വേർപാടിന് ഞങ്ങൾ തയ്യാറാകാം. एक पूर्ण अलगपन के लिए परमेश्वर हम तैयार हैं। കർത്താവ് പറയുന്ന വേർപാടിൽ ഞങ്ങൾ എത്താം. प्रभु आप जो अलगपन कह रहे हो उस स्थान में हम पहुंचे, ആ അടിസ്ഥാനത്തിന് മേൽ ഞങ്ങൾക്ക് നിൽക്കണം. और उस नींव के ऊपर हमें खड़े അതിന്റെ रहना, മേൽ ഒരു രാജാവിനെ പോലെ വാഴണം. और उसके ऊपर एक राजा के समान हमें राज അതിനെ ഞങ്ങൾ करना। മുറ്റു സമർപ്പിക്കുന്നു. हम उसके लिए पूर्ण तरीके से समर्पित करते हैं। ആമേൻ, आमेन। ആമേൻ.